എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. 2025 മിഥുനമാസം 1-ാം തീയതി മുതലുള്ള ജ്യോതിഷ ഫലങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. സാധാരണ ഫലങ്ങൾ പറയുന്ന വീഡിയോ സാധാരണ ചെയ്യാറില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫലം പറഞ്ഞു പോയാൽ മാത്രം ആളുകൾക്കൊന്നും മനസ്സിലാകത്തില്ല. 2025 ജൂൺ മാസം 15 മിഥുനമാസം 1-ാം തീയതി മുതലുള്ള ഒരു ഫലസിദ്ധിയാണ് ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ തുടക്കം മുതൽ ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ നമ്മൾ പറയുന്നതും ഓരോ പോയിന്റുകളാണ്. സാധാരണ ജ്യോതിഷത്തിന്റെ ഫലം പറയുന്ന വീഡിയോ ആളുകൾ എങ്ങനെയാണ് കേൾക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേടം രാശിക്കാരായിട്ടുള്ളവർ, അശ്വതി ഭരണി കാർത്തിക കാലിൽ വരുന്നവർ ആ കൂറുഫലം പറയുന്നത് മാത്രം കേട്ടിട്ട് പിന്നെ അവരുടെ അടുത്ത ആളുടെ ആരുടെയെന്ന് വെച്ചാൽ അവസാനമാണല്ലോ മീനം പറയുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റിലോട്ട് പോകും, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മീനത്തിലോട്ട് പോയതിന് ശേഷം മീനത്തിൻ്റെ കേൾക്കണമെങ്കിൽ മീനത്തിൻ്റെ കേൾക്കും. തൊട്ട് താഴെ ഇച്ചിരി പുറകോട്ട് മാറ്റിയിട്ട് കുംഭത്തിൻ്റെ പറയുമ്പോൾ അങ്ങനെ കേൾക്കും. അവർക്കറിയാം മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം മുതലാണ് ഈ രാശി പറയുന്നതെന്ന്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജ്യോതിശാസ്ത്രത്തിൻ്റെ ഇങ്ങനെയുള്ള ഒരു കളം വരച്ചിട്ട് ചാർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നവർക്ക് മാത്രമേ ഈ വീഡിയോ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. രണ്ടാമത്, ഇത് അമ്പലത്തിൻ്റെ യൂട്യൂബ് ചാനലാണ്. ഇത് മോണിറ്റൈസേഷൻ ചെയ്തിട്ടില്ല. ഇതിൽ നിന്നും പണം വരുന്നില്ല. ഇത് ആളുകൾക്ക് ജ്യോതിഷപരമായ കാര്യങ്ങളെ കൃത്യമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു മാസ ശമ്പളത്തിന് അവിടെ പൂജാരിയായിട്ടുള്ള നമ്മളെ ഇത് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ആമുഖമായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ അവസാനം വരെ, ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇല്ലെങ്കിൽ നിങ്ങളത് കാണണ്ട. ഫലം മാത്രം പറയുന്ന ഒരുപാട് വീഡിയോസ് ഇതിനകത്തുള്ളത് കൊണ്ട് ആ ഫലം പറയുന്ന വീഡിയോസുകൾ മാത്രം നമ്മൾ കേൾക്കുന്നെങ്കിൽ അങ്ങനെ കേൾക്കുക. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മേടം മുതൽ മീനം വരെയുള്ള രാശികളിൽ ഓരോ ഗ്രഹങ്ങൾ എങ്ങനെ നിൽക്കുന്നെന്നും ആ ഗ്രഹം നിന്നാൽ എങ്ങനെയാണ് നമുക്ക് ഗുണഫലം ഉണ്ടാവുന്നതെന്നും, നിങ്ങൾക്ക് അടുത്ത മാസങ്ങൾ മുതൽ രാശിചക്രങ്ങളുടെ രാശി പകർച്ച മുതൽ നമുക്ക് സ്വന്തമായിട്ട് ജ്യോതിഷം നോക്കി മനസ്സിലാക്കുന്ന രീതിയിലാണ് ഈ ജ്യോതിഷം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കേവലം ഒരു ഫലസിദ്ധി പറയാനാണെങ്കിൽ എനിക്ക് നിസ്സാരമായൊരു കാര്യമാണ്. വളരെ നിസ്സാരമായിട്ട് മേടം രാശിക്കാർക്ക് ഞാൻ ഒറ്റയടിക്ക് തന്നെ വേണേൽ പറഞ്ഞു തരാം. സൗഭാഗ്യം ഉണ്ടാകും, ധനപുരോഗതി, ഐശ്വര്യം ഉണ്ടാകും, വാഹനം ഓടിക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം, ഇങ്ങനെ പറഞ്ഞു പോകണമെങ്കിൽ നിസ്സാരമായിട്ട് പറഞ്ഞു പോകാം. പക്ഷേ അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ഈ ഗ്രഹനിലയിൽ പറയുന്ന കാര്യങ്ങളെ കൃത്യമായി എഴുതി നിങ്ങൾക്ക് അവതരിപ്പിച്ച് നിങ്ങളൊരു പേനയും പേപ്പറും എടുക്കണം. നിങ്ങളുടെ രാശിചക്രം എടുത്ത് കയ്യിൽ വെക്കണം. അതിനുശേഷം നിങ്ങൾ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കാതെ സ്ക്രോൾ ചെയ്ത് കുറച്ച് അവിടെ ഇവിടെയും കണ്ടതിന് ശേഷം മനസ്സിലാവാത്ത കമൻ്റ് ഇടുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. ബാക്കിയുള്ള എല്ലാവരോടും അല്ല ഈ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുക. ഇതിൽ നിന്നും സാമ്പത്തിക നേട്ടമില്ല. മറ്റുള്ള ഒരുപാട് ചാനലുകൾ, ഒരുപാട് പേര് സാമ്പത്തികം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയും അന്ധവിശ്വാസം പകർത്തുന്നവർ ഒരുപാട് പേരുണ്ട്. മഞ്ഞൾ കൊണ്ടുപോയി അവിടെ വെക്കുക, പച്ചക്കർപ്പൂരം കൊണ്ടുപോയി കട്ടളപ്പടിയെ വെക്കുക, കന്നിമൂലയ്ക്ക് പരടുപ്പ് വാരി വിതറുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് വീഡിയോ ചാനലുകൾ ഇതിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. മുഖം കാണിക്കാതെ ജ്യോതിഷം പഠിക്കാത്ത ഒരുപാട് പേര് ഈ മുഹൂർത്തം പോലുള്ള മറ്റേ മാസികകളൊക്കെ കിട്ടി, ഇതൊക്കെ വായിച്ചിട്ട് അതിനകത്തുനിന്ന് കുറച്ച് തപ്പിയും തടഞ്ഞൊക്കെ എടുത്തിട്ട് ചുമ്മാ ഒരു പേപ്പർ തയ്യാറാക്കി വെച്ചിട്ട് ഈ സംസാരം മാത്രമേ വരത്തുള്ളൂ. വീഡിയോ കാണുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് വീഡിയോസ് ഉള്ളത് കൊണ്ടാണ് ഈ ക്ഷേത്രം പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെല്ലാം പറയുന്നത് ശരിയെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ പറയുന്നതിന് തെളിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നിരത്തിയിട്ടാണ് എന്ത് പറയുന്നത്, ജ്യോതിഷം പറയുന്നത്. മിഥുനമാസം 1 മുതൽ എന്ന് പറയുമ്പോൾ അന്നരം മുതൽ ഉള്ള ഗ്രഹം ഇവിടെ വരച്ചു വെച്ചിരിക്കുകയാണ്. രാശിചക്രം ഇത് നിങ്ങൾക്ക് പഞ്ചാംഗം നോക്കാൻ അറിയാവുന്ന എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഇങ്ങനല്ല എന്ന് പറയാൻ സാധിക്കും. അപ്പം കൃത്യമായിട്ട് ഇന്നൊരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട്. ഗ്രഹങ്ങളിൽ ഷ, ശി, ശു, ഭൂ എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത്. ഗ്രഹങ്ങളുടെ പേര് കൃത്യമായിട്ട് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രഹങ്ങളെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, ഗ്രഹങ്ങൾ ഇപ്പോൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നത് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വീഡിയോയിൽ മേടം മുതൽ മീനം വരെയുള്ള ഓരോ നക്ഷത്രത്തിൽ വരുന്ന 27 നക്ഷത്രത്തിൽ വരുന്ന ആളുകളും ഈ വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ട് കണ്ടാൽ ഇതിൽ നിന്നും ഞാൻ പറയുന്ന പോയിന്റുകൾ എന്താണെന്നും അടുത്ത രാശിചക്രങ്ങളിലേക്ക് മാറുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഫലസിദ്ധി എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാശിചക്രങ്ങളിൽ നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത്, നിങ്ങൾക്ക് ചന്ദ്രൻ, നിങ്ങളുടെ കളങ്ങൾ, അതാ ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങളുടെ ഗ്രഹനില ഇതുപോലെ 12 കളം വരച്ച ഒരു ചാർട്ട് നിങ്ങളുടെ കയ്യിൽ കാണും. ഇതെടുത്ത് ആദ്യം നോട്ട് ചെയ്ത് മുമ്പിൽ വെക്കുക. അതിനകത്ത് ചന്ദ്രൻ എവിടെയാണ് വരുന്നതെന്ന് അടയാളപ്പെടുത്തുക. ഞാൻ ഇപ്പോൾ ചന്ദ്രനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മകരത്തിലാണ്. നിങ്ങൾക്ക് ചിലപ്പം ഇടവത്തിലായിരിക്കാം, നിങ്ങൾക്ക് കർക്കിടകത്തിലായിരിക്കാം, നിങ്ങൾക്ക് ചിങ്ങത്തിലായിരിക്കാം, നിങ്ങൾക്ക് തുലാത്തിലായിരിക്കാം, മേടത്തിലായിരിക്കാം. എവിടെ വേണമെങ്കിലും 12 കളത്തിൽ വരാം. അപ്പോൾ ആ കളത്തിൻ്റെ തൊട്ട് മേളിൽ അതിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, ആ കളത്തിൻ്റെ പേരെന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ചന്ദ്രന് ഇവിടെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇടവക്കൂറുകാരനാണ് എന്നൊരു പേപ്പറിൽ റൈറ്റ് സൈഡിൽ എഴുതി വെക്കുക. ഇവിടെയാണ് ചന്ദ്രൻ വരുന്നതെങ്കിൽ നിങ്ങൾ മിഥുനക്കൂറുകാരനാണെന്ന് എഴുതി വെക്കുക. കൂറ്
കൂറ് എന്ന് വെച്ചാൽ ചന്ദ്രൻ നിങ്ങൾ ജനിച്ച സമയത്ത് ഏത് രാശിയോടാണ് കൂറ് പുലർത്തുന്നത്, സ്നേഹം പുലർത്തുന്നത്. ഈ ജ്യോതിശാസ്ത്രത്തിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അശ്വതി മുതൽ 27 നക്ഷത്രങ്ങൾ ചന്ദ്രന്റെ ഭാര്യമാരാണ്. ഓരോരുത്തരുടെയും വീട്ടിൽ പോയി ഇങ്ങനെ കറങ്ങി 28 ദിവസം കൊണ്ട് ഇദ്ദേഹം ഓരോ വീട്ടിൽ പോകും എന്നൊക്കെ ഒരു കഥ രൂപത്തിൽ പഠിപ്പിക്കുന്നതാണ്. അപ്പം അതുപോലെ തന്നെ ചന്ദ്രൻ ആരോടാണ് കൂറ് പുലർത്തി നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത് എന്നതാണ് നിങ്ങളുടെ ജാതകത്തിലെ നക്ഷത്രം എന്ന് പറയുന്നത്. ഇപ്പം ഇത് മേടം രാശി. നിങ്ങൾ കിഴക്കോട്ട് വെച്ചിട്ട് വേണം ഈ രാശിചക്രം കാണാൻ. നിങ്ങളുടെ മുന്നിൽ വരുന്നത് മേടം, റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഇടവം രണ്ടാമത്തത്, മൂലയ്ക്ക് വരുന്നത് മിഥുനം, 4 കർക്കിടകം, ചിങ്ങം, കന്നിമൂല നമ്മുടെ വലതു ഭാഗത്ത് വരുന്ന ഭാഗം, കോർണർ വരുന്നത് കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഇത് നിങ്ങൾ ചന്ദ്രനെ അടയാളപ്പെടുത്തുക. ഇനി ഒന്നുകൂടെ പെട്ടെന്ന് പറയുന്നു, അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് ഇവിടെ ആയിരിക്കും ചന്ദ്രൻ വരുന്നത്. കാർത്തിക മുക്കാല് രോഹിണി മകേരത്തരക്കാർക്ക് ഇവിടെ ആയിരിക്കും ചന്ദ്രൻ വരുന്നത്. അതുപോലെ മകേരത്തരയും തിരുവാതിരയും പുണർത്തൽ മുക്കാലുകാർക്ക് ഇവിടെയാണ് ചന്ദ്രൻ വരുന്നത്. പുണർത്തൽക്കാലും പൂയോ ആയില്യം നക്ഷത്രക്കാർക്ക് ഇവിടെയാണ് ചന്ദ്രൻ വരുന്നത്. അതുപോലെ തന്നെ മകം പൂരം ഉത്തരത്തിൽ കാലുകാർക്ക് ഇവിടെ ആയിരിക്കും ചന്ദ്രൻ വരുന്നത്. ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരയരയും വരുന്നവർക്ക് കന്നിക്കൂറിലായിരിക്കും ചന്ദ്രൻ വരുന്നത്. അതുപോലെ തന്നെ ചിത്തിരയരയും ചോതിയും വിശാഖത്തിൽ മുക്കാലുകാർക്ക് ഇവിടെയാണ് ചന്ദ്രൻ വരുന്നത്. വിശാഖത്തിൽ കാലും അനിഴവും തിരക്കേട്ടയും വരുന്നവർക്ക് ഇവിടെയാണ് ചന്ദ്രൻ വരുന്നത്. അതുപോലെ തന്നെ മൂലം പൂരാട് ഉത്രാടത്തിൽ കാലുകാർക്ക് ചന്ദ്രൻ ഇവിടെയാണ് വരുന്നത്. ഉത്രാടത്തിൽ മുക്കാല് തിരുവോണം അവിട്ടത്തര വരുന്നവർക്ക് ചന്ദ്രൻ ഇത് ഇവിടെ ആയിരിക്കും. അതുപോലെ തന്നെ അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാലുകാർക്ക് ഇവിടെ ആയിരിക്കും ചന്ദ്രൻ വരുന്നത്. അതുപോലെ തന്നെ പൂരുരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഇവിടെ ആയിരിക്കും ചന്ദ്രൻ വരുന്നത്. ഇത്രയും നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇല്ലാതെ ഈ ജ്യോതിഷ ചാനൽ കണ്ടിട്ട് യാതൊരു ഗുണവും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. ഇത് എഴുതി വെച്ചാൽ ഞാൻ ഈ അടുത്ത പറയുന്ന പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ പറയുന്നതെല്ലാം പോയിന്റുകളാണ്. ചന്ദ്രൻ നിൽക്കുന്ന ഭാവത്തെ, നിങ്ങളുടെ ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത് ആ ഭാവത്തെ നിങ്ങൾ 1-ാം ഭാവം എന്ന് എഴുതി വെക്കുക. നിങ്ങൾ ഒരു ഇടവക്കൂറുകാരനാണെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം, എൻ്റെ 1-ാം ഭാവം അതാണ് 1. ഞാനിപ്പോൾ ഇവിടെയാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്ന ദിവസം ചന്ദ്രൻ നിൽക്കുന്നത് ഇവിടെ ആയതുകൊണ്ട് ഇത് 1-ാം ഭാവം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 1-ാം ഭാവം നമ്മുടെ ദേഹം, നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ പ്രവൃത്തികൾ, നമ്മളോടൊപ്പമുള്ള ഗ്രഹമാണ് എന്ന് കരുതുക. അപ്പോൾ ഈ ചന്ദ്രൻ ഇവിടെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ കർക്കിടക കൂറുകാരനാണെന്ന് എഴുതി വെച്ചു. അപ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി, നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി വേറെ ആയിരിക്കാം. പക്ഷേ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ച് ഇപ്പോഴുള്ള പ്രപഞ്ചത്തിൽ ഇപ്പോഴുള്ള ഒരു സ്ഥിതികൾ ഇതാണ്. നമ്മുടെ ജാതകത്തിലെ അതേ സ്ഥിതി തന്നെയല്ല നമ്മൾ അനുഭവിക്കുന്നത്. ഗ്രഹങ്ങളുടെ സഞ്ചാരം കൊണ്ടുള്ള ഗുണദോഷങ്ങളും കൂടി നമ്മൾ അനുഭവിക്കുന്നുള്ളത് കൊണ്ടാണ് ജ്യോതിഷം നോക്കുന്നതിനൊരു പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്നത്. ഇപ്പം ഞാൻ പറയാം, നിങ്ങളൊരു അശ്വതി നക്ഷത്രക്കാരനാണെങ്കിൽ നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ചിലപ്പം വ്യാഴം ഇവിടെ ആയിരിക്കാം, എവിടെയെങ്കിലും വരാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇപ്പോഴത്തെ ഗ്രഹസഞ്ചാരം അനുസരിച്ച് നിങ്ങൾ മേടക്കൂറുകാരനാണെങ്കിൽ നിങ്ങൾക്ക് സൂര്യൻ, വ്യാഴം, ബുധനും ഇവിടെയാണ് നിൽക്കുന്നത്. മിഥുനം രാശി നിങ്ങളുടെ 3-ാം ഭാവത്തിൽ. അപ്പം നിങ്ങൾ ചന്ദ്രൻ നിൽക്കുന്നതിനെ ഒന്നായിട്ട് കണക്ക് കൂട്ടിയാൽ നിങ്ങൾക്ക് 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 3-ാം ഭാവം എന്ന് വെച്ചാൽ കുടുംബസ്ഥാനം, ധനസ്ഥാനം, സഹോദരസ്ഥാനം ഒക്കെ വരുന്ന സ്ഥാനമാണ്. പൂർവികമായിട്ടുള്ള സ്വത്ത്, ഇതിൻ്റെയൊക്കെ ഭാവമാണ് 3-ാം ഭാവം. സഹോദര ഭാവമാണ് 3-ാം ഭാവം. അപ്പം മേടക്കൂറുകാരെന്ത് വിചാരിക്കണം, എൻ്റെ 3-ാം ഭാവത്തിൽ എൻ്റെ സഹോദര കുടുംബസ്ഥാനത്ത് ആര് നിൽക്കുന്നു? സൂര്യൻ, വ്യാഴം, ബുധൻ നിൽക്കുന്നു എന്ന് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങളുടെ 2-ാം ഭാവത്തിൽ ഗ്രഹങ്ങൾ ഇപ്പോൾ ഒന്നുമില്ല എന്ന് വെച്ചാൽ അവിടെ ആളില്ല എന്നുള്ളതല്ല, അവിടെ അധിപനുണ്ട്, ശുക്രനാണ്, അത് എൻ്റെ കൂടെ നിൽക്കുന്നു. അശ്വതി ഭരണി കാർത്തിക കാലുകാരായിട്ടുള്ള മേടക്കൂറുകാരിൽ എന്ത് പറയണം, ഞങ്ങളുടെ രാശിയിൽ ശുക്രൻ നിൽക്കുന്നു. ഇടവൻ 2-ാം ഭാവം ധനസ്ഥാനത്ത് ആരുമില്ല ഇപ്പോൾ. 3-ാം ഭാവത്തിൽ സൂര്യൻ, വ്യാഴം, ബുധൻ നമ്മുടെ കുടുംബ ഗൃഹ സഹോദര സ്ഥാനത്ത്. ഗൃഹം, വാഹനം 4-ാം ഭാവം. അപ്പം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി അടുത്ത നിങ്ങൾ മേടക്കൂറുകാർക്ക് 5-ാം ഭാവം, 6-ാം ഭാവം, 7-ാം ഭാവം, 8-ാം ഭാവം, 9-ാം ഭാവം, 10, 11, 12-ാം ഭാവം ഇങ്ങനെ കണക്കൂട്ടിയാൽ ഇനി നമ്മൾ പറയുന്നത് ഇത്രയും മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മിഥുനമാസം 1-ാം തീയതി മുതലുള്ള രാശിയിലെ മാറ്റങ്ങളാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്, നേരത്തെ കേതുവിനെ ശീന്ന് എഴുതിയിരിക്കുന്നത്, ഇതിപ്പോൾ നമ്മൾ കേതു, ചൊവ്വ. ഒന്ന് പെട്ടെന്ന് ഗ്രഹങ്ങളുടെ ഒരു മാറ്റം പറഞ്ഞു തരാം. ഗുളികനെയും ചന്ദ്രനെയും നമ്മൾ ലഗ്നത്തെ എഴുതിയിട്ടില്ല, ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ മേടം രാശിയിൽ ശുക്രൻ, ഇടവത്തിലൊന്നുമില്ല. മിഥുനത്തിൽ സൂര്യൻ, വ്യാഴം, ബുധൻ നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യം ഈ പറയുന്നത്. കർക്കിടകത്തിൽ ആരുമില്ല. ചിങ്ങത്തിൽ കേതുവും ചൊവ്വയും. കന്നിയിൽ ആരുമില്ല, തുലാത്തിൽ ആരുമില്ല, വൃശ്ചികത്തിൽ ആരുമില്ല, ധനുവിൽ ആരുമില്ല. മകരത്തിൽ ചന്ദ്രൻ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി,
അപ്പം നിങ്ങൾ മീനക്കൂറുകാരനാണെങ്കിൽ മീനത്തിൽ ശനി ഉണ്ടപ്പോൾ എൻ്റെ ജന്മത്തിലാണ് ശനി എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ മേടക്കൂറുകാരനാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ പറയണം എൻ്റെ ജന്മത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്ന സമയമാണ്. ശുക്രൻ ധനകാരകനാണ്. മിഥുനക്കൂറിൽ വരുന്ന ഒരാൾ എന്ത് കരുതണം? മിഥുനക്കൂറിൽ ആരൊക്കെയാണ് വരുന്നത്? മകേരത്തരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാലുകാരൻ എന്തെഴുതി വെക്കണം? സൂര്യനും വ്യാഴവും ബുധനും എൻ്റെ ജന്മത്തിലുണ്ട്. ജന്മം എന്നാൽ എൻ്റെ കൂടെ. അപ്പോൾ അത് ശുഭഗ്രഹങ്ങളായതുകൊണ്ട് അഖണ്ഡ സാമ്രാജ്യ രാജയോഗ സമയമാണെന്നും ധനപുരോഗതിയും ഐശ്വര്യവും ഉണ്ടാകാനും ഞാൻ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ ഉയർച്ചയും ഉന്നതി ഉണ്ടാകാനും ഒക്കെയുള്ള ഒരു യോഗ സമയമാണ്. അപ്പം ഒരു ബിസിനസ്സുകാരനായിരിക്കും കാണുന്നത്, ഒരു ബ്രോക്കർ ആയിരിക്കും കാണുന്നത്, ഒരു പോലീസുകാരനായിരിക്കും കാണുന്നത്, ഒരു അഡ്വക്കേറ്റ് ആയിരിക്കും കാണുന്നത്. നിങ്ങൾ ആരെന്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല, നിങ്ങളുടെ മേഖലയിൽ ഒരു ഉന്നതി ഈ സമയത്തുണ്ടാകും. നിങ്ങളൊരു കാര്യം വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരിക്കുന്ന കാര്യത്തിനൊരു പരിഹാരം ഇപ്പോൾ ഉണ്ടാകും. ആ സമയമാണ് എനിക്ക് എന്ന് മനസ്സിലാക്കണം. അതുപോലെ ഓരോരുത്തരും മനസ്സിലാക്കാനായി പറയുന്നത്. കർക്കിടക കൂറുകാർക്ക് ഇപ്പോൾ ഇവിടെ ആരൊക്കെയാണ് വരുന്നത്? അവരുടെ കൂറിൽ ആരുമില്ല, ഗ്രഹങ്ങളൊന്നുമില്ല. ചിങ്ങക്കൂറിൽ കേതുകൊണ്ട് ചൊവ്വയുണ്ട്. കേതുകൊണ്ട് ചൊവ്വയുണ്ട്. ചിങ്ങക്കൂറിൽ ആരൊക്കെയാണ് വരുന്നത്? മകം, പൂരം, ഉത്രത്തെ കാലുകാർ എഴുതി വെക്കണം. അപ്പം അത് എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത്. ഒരാളുടെ ഇപ്പോൾ ചിലർ പറയാറുണ്ട് ഞങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. നിങ്ങളിത് മനസ്സിലാക്കാത്തത് കൊണ്ടും സ്ക്രോൾ ചെയ്ത് കാണുന്നത് കൊണ്ടുമാണ് ഒന്നും മനസ്സിലാകാത്തത്. സ്ക്രോൾ ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ ഇത് മനസ്സിലാകും പറയുന്നത്. അപ്പം കേതുവും ചൊവ്വയും ചിങ്ങത്തിൽ നിൽക്കുന്നു. ചിങ്ങത്തിൽ ആരൊക്കെയാണ് വരുന്നത്? മകം, പൂരം, ഉത്രത്തെ കാലുകാർ എന്ത് പറയണം? എൻ്റെ ജന്മത്തിൽ കേതുവും ചൊവ്വയും നിൽക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ രണ്ടാം സ്ഥാനം ഇതായിരിക്കും. അത് ഞാനിപ്പം സ്ഥാനം പറയാൻ പോകും. അടുത്തതായിട്ട് കന്നിക്കൂറിൽ ആരുമില്ല, തുലാത്തിൽ ആരുമില്ല, വൃശ്ചികത്തിൽ ആരുമില്ല, ധനുവിൽ ആരുമില്ല. ഇത്രയും കാര്യം പോയിന്റ് മനസ്സിലാക്കി വെച്ചതിന് ശേഷം നിങ്ങളുടെ ചന്ദ്രൻ നിൽക്കുന്ന ഭാവത്തെ ഒന്നാം ഭാവം, നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാണെങ്കിൽ നിങ്ങളുടെ ഒന്നാം ഭാവം ഇത്, നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ ഒന്ന് ഇവിടെ, അങ്ങനെ നിങ്ങൾ എഴുതി വെച്ചിട്ട് ഞാൻ ഇവിടെ തൊട്ട് പറയുന്നതനുസരിച്ച് നിങ്ങൾ അതിനനുസരിച്ച് കണക്കൂട്ടി നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഇന്നലെ ഒരാൾ മെസ്സേജ് ഇട്ടിരിക്കുന്നു, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. 100 പേര് എഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി, തിരുമേനി പറഞ്ഞതെല്ലാം, തിരുമേനി ഞാൻ പറയുന്നില്ല, ഹരിപ്രസാദ് പറഞ്ഞതെല്ലാം നല്ലതുപോലെ മനസ്സിലായി, ഞങ്ങൾക്ക് ഇത്രയും വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ വേറെ ആരും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ കുറച്ച് പേരെന്ത് പറയുന്നു? ഒന്നും മനസ്സിലാവുന്നില്ല. ഈ ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നവർക്ക് അവർ ഇന്ന് നല്ലതുപോലെ കാണുന്നില്ല. നിങ്ങൾ എല്ലാ ചാനലുകളും കൂടി കാണേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ നല്ലവരും മറ്റുള്ളവർ മോശക്കാരും എന്നല്ല പറയുന്നത്. ജ്യോതിഷന്മാർ ഉൾപ്പെടെ ഇത് കാണുന്നുണ്ട്. പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ കാണുന്ന ആൾക്കാർ, ഇത് കുറച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഇത് കണ്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരു ദിവസം 200-300 പരം മെസ്സേജ് വരുന്നുണ്ട്. ഞങ്ങൾ ഇത് കാണേണ്ടതിന് ശേഷം, ഞങ്ങൾ കുറച്ച് പഠിച്ചവരും കൂടെ ആയതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ജ്യോതിഷം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ തന്നെ എല്ലാ ദിവസവും ഒന്ന് വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പിന്നെ കുറച്ച് പഠിപ്പിക്കുന്ന വീഡിയോകൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മളിപ്പം ഫലം പറയുന്ന വീഡിയോ മാത്രമേ സാധാരണ പ്രേക്ഷകർക്ക് ആവശ്യമുള്ളൂ. ജ്യോതിഷം പഠിപ്പിക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആർക്കും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അത് മെനക്കെട്ട് ചെയ്യാത്തത്. നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് വരിയിൽ വലിയൊരു ജോലിപ്പാടാണ്. എൻ്റെ ക്യാമറയുടെ പിന്നിൽ 5-6 പേരിരിപ്പുണ്ട്, ലൈറ്റ് പകരാൻ ആളിരിപ്പുണ്ട്, അപ്പുറത്ത് ഇത് കമ്പ്യൂട്ടറിൽ ഇത് കയറ്റിക്കൊണ്ട് അത് സൗണ്ട് ക്ലിയർ ആക്കാൻ ആളിരിപ്പുണ്ട്, അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ആളിരിപ്പുണ്ട്. അങ്ങനെ ഒരു 10-12 പേര് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. മുന്നിൽ സിനിമയുടെ കൂട്ട് അഭിനയിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളെ പോലെ നമ്മൾ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് വേണം ഇതൊരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് കാര്യം മനസ്സിലാകും. അപ്പോൾ നമുക്കിപ്പോൾ പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന ഭാവത്തെ ഒന്നാം ഭാവം. അപ്പം ഇവിടെ ആരൊക്കെയാണ് വരുന്നത്? എല്ലാവരുടെയും ഫലം പറയും, ഇത്രയും പേരുടെയും ഫലം പറയും. ഈ പറയുന്നവർ നിങ്ങളത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, കേൾക്കുന്നില്ലെങ്കിൽ ഒന്നും പറയാനൊക്കത്തില്ല. അപ്പം ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര വരുന്ന മകരക്കൂറിൽ ആര് നിൽക്കുന്നു? ഇപ്പം ചന്ദ്രൻ നിൽക്കുന്നു. ചന്ദ്രൻ നിങ്ങൾക്ക് 7ാം ഭാവാധിപനാണ്. 2 ദിവസം കഴിയുമ്പോൾ ആൾ അങ്ങോട്ട് മാറും. 2 ദിവസമേ നിൽക്കത്തുള്ളൂ മകരത്തിൽ. അപ്പം നിങ്ങൾക്ക് ചന്ദ്രനെ കൊണ്ട് പെട്ടെന്നൊരു ഫലം പറയാൻ പറ്റുമോ? അത് ദിവസഫലം. ഇപ്പം നിങ്ങളുടെ ഇന്നത്തെ ദിവസം എന്നും പറഞ്ഞ് ഒരുപാട് വീഡിയോസുകൾ വരുന്നുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് 100 കണക്കിന് ചാനലുകളിൽ ആളുകൾ ഇരുന്നിട്ട് മുഖം കാണിക്കാതെ ഇരുന്നിട്ട് ചുമ്മാ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതുണ്ട്. ഇന്ന് കോടീശ്വര യോഗം ഉണ്ടാകും, ഇന്ന് പെട്ടെന്നൊരു ധനയോഗം ഉണ്ടാകും, 60 ദിവസങ്ങളിൽ നിങ്ങൾ കോടീശ്വരനാകും എന്നൊക്കെ പറഞ്ഞൊക്കെ ചുമ്മാ തട്ടിവിടുന്നുണ്ട്. അതൊക്കെ ഇരുന്ന് കാണുന്നവരാ. ഇവിടെ വന്നിരുന്നിട്ട് കുറ്റം പറയരുത്. അപ്പോൾ കുറ്റം പറയുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയിട്ട് പറയുക. നിങ്ങൾക്ക് അറിയാവുന്ന ഇതിനകത്തൊരു കാര്യം നിങ്ങൾ പറയുന്നത് ന്യായമാണെങ്കിൽ അതിന് മറുപടി കിട്ടും. നിങ്ങൾ അന്യായമായ കാര്യമാണ് പറയുന്നതെങ്കിൽ എങ്ങനെ മറുപടി കിട്ടാൻ പറ്റും? അപ്പോൾ നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ, ഇത് മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാൻ ബാധ്യസ്ഥനാണ്. അപ്പം മകരക്കൂറിൽ ആരൊക്കെയാണ് വരുന്നത്? ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര വരുന്നവർക്ക് ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നവരുടെ പരസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ധനസ്ഥാനത്ത്, നീ എങ്ങനെയാണ് പറയാൻ പോകുന്നത്? നിങ്ങളുടെ ധനസ്ഥാനം 2ാം സ്ഥാനത്ത് രാഹു, സഹോദര കുടുംബസ്ഥാനത്ത് ശനി, ഗൃഹം വാഹന സ്ഥാനത്ത് ശുക്രൻ,
5-ാം ഭാവം മനസ്സ് സന്താന സ്ഥാനത്ത് ആരുമില്ല. 6-ാം ഭാവത്തിൽ സൂര്യൻ വ്യാഴം ബുധൻ, അത് മകരക്കൂറുകാർക്ക് ദോഷമാണ്. 6 ഒരു ശുഭഗ്രഹങ്ങൾ 3-ാം ഭാവത്തിലോ 6-ാം ഭാവത്തിലോ 8-ാം ഭാവത്തിലോ 12-ാം ഭാവത്തിലോ ശുഭഗ്രഹങ്ങളായിട്ടുള്ള സൂര്യൻ, ആദിത്യൻ, ചന്ദ്രൻ, അതുപോലെ തന്നെ സൂര്യൻ, വ്യാഴം, ശുക്രൻ ഇതുപോലുള്ള ഗ്രഹങ്ങൾ നമ്മുടെ ഏത് രാശിക്കാർക്കും നിന്നാൽ നിങ്ങൾക്കത് ദോഷഫലമായിരിക്കും. ഇപ്പം മകരക്കൂറുകാർക്ക് ഇനി അടുത്ത പ്രാവശ്യം നിങ്ങളൊന്നും നോക്കണ്ട, വ്യാഴം ഇങ്ങോട്ട് വരുമ്പോൾ 7-ാം ഭാവത്തിലേക്ക് വന്ന് 3, 6, 8, 12 ഇനി എനിക്ക് 7 ശുഭഗ്രഹങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനം ഞാൻ പറഞ്ഞു തരാം. 1-ാം ഭാവം ലഗ്നം, 1-ാം ഭാവം, അതുപോലെ തന്നെ 4-ാം സ്ഥാനം, 5-ാം സ്ഥാനം, 7-ാം സ്ഥാനം, 9-ാം സ്ഥാനം, ഇത്രയും സ്ഥാനങ്ങൾ ശുഭഗ്രഹങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള സ്ഥാനങ്ങളാണ്. 1, 4, 7, അതുപോലെ 10-ാം സ്ഥാനം. 1, 2, 3, 4, 5, 6 സ്ഥാനങ്ങൾ ശുഭഗ്രഹങ്ങൾ ആരൊക്കെയാ നമുക്കറിയാം. പാപഗ്രഹങ്ങൾ രാഹു, കേതു പാപഗ്രഹങ്ങളാണ്. ശനി പാപഗ്രഹമായിട്ട് കൂട്ടും. ചൊവ്വയെ സ്ഥിതി അനുസരിച്ച് പാപഗ്രഹമായിട്ട് കൂട്ടും. ബുധൻ നിൽക്കുന്ന സ്ഥിതി അനുസരിച്ച് പാപഗ്രഹമാണോ ശുഭഗ്രഹമാണോ എന്ന് വെച്ചാൽ ശുഭന്റെ കൂടെ കൂടിയാൽ ശുഭന്റെ ഫലവും പാപന്റെ കൂടെ കൂടിയാൽ പാപന്റെ ഫലവും ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ പറയും. ചന്ദ്രന് 28 ദിവസം കൂടിയിരിക്കുമ്പോൾ 15 ദിവസം കറുത്ത പക്ഷത്തിലേക്കും 15 ദിവസം വെളുത്ത പക്ഷത്തിലോട്ടും സഞ്ചരിക്കും. അപ്പോൾ വെളുത്ത പക്ഷത്തിലോട്ട് സഞ്ചരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന വെച്ചാൽ സൂര്യന്റെ പ്രകാശം ഇങ്ങനെ അടിച്ചടിച്ച് മാറുന്നതിനെയാണ് ഈ വലുതാകുക ചെറുതാകുക എന്ന് പറയും. ചന്ദ്രനൊന്നും പറ്റുന്നില്ല. പ്രകാശത്തിന്റെ അളവ് കുറഞ്ഞു വരിക, കൂടി വരിക. സൂര്യന്റെ പ്രകാശം ഒന്നുപോലും അടിക്കാത്ത ദിവസമാണ് കർത്തവാവ്. അടുത്ത ദിവസം കുറച്ചടിക്കുമ്പോൾ പ്രഥമ, ശുക്ലപക്ഷ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഇങ്ങനെ ഷഷ്ടി, 6, 7 ഇങ്ങനെ പോകും. സപ്തമി 7-ാം ദിവസം, അതായത് കർത്തവാവ് കഴിഞ്ഞ് 7-ാമത്തെ ദിവസത്തെ സപ്തമി എന്ന് പറയും. അടുത്ത ദിവസം അഷ്ടമി എന്ന് പറയും. അങ്ങനെ 15-ാമത്തെ ദിവസം പൗർണമി എന്ന് പറയും. പൗർണമി കഴിഞ്ഞ് അടുത്ത ദിവസം എന്ത് ചെയ്യും? കൃഷ്ണപക്ഷ പ്രഥമ, കൃഷ്ണപക്ഷ ദ്വിതീയ, കൃഷ്ണപക്ഷ തൃതീയ എന്ന് പറയും. അത് പറയാൻ കാരണം അതാ പറഞ്ഞത്, 1 മുതൽ അവസാനം വരെ നമ്മൾ പറയുന്നതും പോയിന്റുകളാണ്. ഇത് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ നിങ്ങൾക്ക് ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണ അവിട്ടത്തര നക്ഷത്രക്കാർക്ക് ധനസ്ഥാനത്ത് രാഹു, കുടുംബ ഗൃഹസ്ഥാനത്ത്, സഹോദര സ്ഥാനത്ത് ശനി, ഗൃഹസ്ഥാനത്ത് വാഹനം, ഗൃഹസ്ഥാനത്ത് ശുക്രൻ, 5-ാം ഭാവം മനസ്സ്, സന്താന സ്ഥാനത്തൊന്നുമില്ല, 6-ാം ഭാവത്തിൽ സൂര്യൻ, വ്യാഴം, ബുധൻ. അത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 6 ഇവിടെ ഉണ്ട്. അപ്പോൾ 6-ൽ നിൽക്കുന്നത് നല്ലതല്ല. 7-ാം ഭാവത്തിൽ ആരുമില്ല. അഷ്ടമത്തിൽ കേതുവും ചൊവ്വയും. ആർക്ക്? മകരക്കൂറുകാർക്ക് അഷ്ടമത്തിൽ. അത് പാപഗ്രഹങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതാണ്. അഷ്ടമത്തിൽ കേതു വരുന്നത് നല്ലതാണ്. പക്ഷെ ചൊവ്വ വരുന്നത് നല്ലതല്ല. ചൊവ്വ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് 4-ാം ഭാവാധിപനും 11-ാം ഭാവാധിപനും ലാഭാധിപനും ഗൃഹത്തിൻ്റെയും വാഹനത്തിൻ്റെയും അധിപനാണ് ആര്? ചൊവ്വ. അപ്പം മകരക്കൂറുകാർക്ക് ഗൃഹത്തിൻ്റെ അധിപനും വാഹനത്തിൻ്റെ അധിപനും ഒക്കെ ആയിട്ടുള്ള ചൊവ്വ അഷ്ടമഭാവത്തിൽ നിൽക്കുന്നത് ഇപ്പോൾ ഈ കൂറുകാർക്ക് ഗൃഹം, വാഹന അപകടങ്ങളൊക്കെ ഉണ്ടാകാനും, വാഹനങ്ങളെ കൊണ്ട് ധനനഷ്ടങ്ങൾ, വാഹനങ്ങൾക്ക് പണികളുണ്ടാകാനും, ഗൃഹം പണികളൊക്കെ തുടങ്ങാൻ പോകുന്നവർക്ക് അതൊന്നും മാറ്റിവെക്കാനും, ഗൃഹത്തിൻ്റെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടുതൽ ധനനഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം. അഷ്ടമത്തിൽ നിൽക്കുകയാണ് നിങ്ങളുടെ 4-ാം ഭാവം, നിങ്ങളുടെ ലാഭാധിപനുമാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സുകളൊക്കെ ചെയ്യുവാണെങ്കിൽ, പൊടികളുടെ ബിസിനസ്സൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലാഭാധിപൻ ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം മകരക്കൂറുകാരുടെ മാത്രമല്ല പറയുന്നത്, ഇങ്ങനെ ഓരോരുത്തരുടെയും പറയുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ഈ വീഡിയോ കാണുക, ഇഷ്ടമില്ലാത്തവർ അതിനെ സ്കിപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. ഇപ്പം ഓരോരുത്തർ പറയുകയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ നമുക്ക് ഇങ്ങനെയല്ലേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് ഓരോരുത്തർ ഇവരാരും എൻ്റെ ബന്ധുക്കളൊന്നും അല്ല. ഉത്രാടത്തിൽ മുക്കാലും തിരുവോണ അവിട്ടത്തര വരുന്നവർക്ക് എൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും എന്നുള്ളതുകൊണ്ടല്ല ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം ചന്ദ്രൻ ഇന്നിവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഈ രാശിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പം നിങ്ങൾക്ക് അഷ്ടമത്തിൽ കേതു, ചൊവ്വ, 9-ൽ ആരുമില്ല, 10-ൽ ആരുമില്ല. 9 ഭാഗ്യസ്ഥാനം, 8 ആയുസ്സിൻ്റെ സ്ഥാനം, 10 കർമ്മസ്ഥാനം, 11 ലാഭസ്ഥാനം, 12 നഷ്ടസ്ഥാനം. ലാഭത്തിൽ ആരും ഇല്ല, 12-ൽ ആരുമില്ല, തുലാത്തിൽ ആരുമില്ല, കന്നിയിൽ ആരുമില്ല. ആരും ഇല്ലെന്ന് പറഞ്ഞാൽ പോരാ, പക്ഷേ ഗ്രഹങ്ങളുടെ ദൃഷ്ടി അങ്ങോട്ട് വരും. ഇപ്പോൾ വ്യാഴം, സൂര്യൻ, ബുധൻ നിങ്ങൾക്ക് നഷ്ടസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്തിരിക്കുന്ന സമയമാണ് മകരക്കൂറുകാർക്ക്. നിങ്ങൾക്ക് 4-ാം ഭാവം ഗൃഹത്തിൻ്റെയും വാഹനത്തിൻ്റെയും സ്ഥാനത്ത് ശുക്രനുണ്ട്. അതിൻ്റെ അധിപതി പോയി നിൽക്കുന്നത് അഷ്ടമത്തിലാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ശുക്രൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് ഈ അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നതിൻ്റെ ദോഷം വരത്തില്ല. 4-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്കിപ്പോൾ വീട് പണി തുടങ്ങണമെന്നും വാഹനങ്ങൾ മാറ്റിയെടുക്കണമെന്നും നിങ്ങൾ ആരെങ്കിലും ഈ ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഇപ്പം മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വണ്ടി എടുക്കണം എന്നുള്ള ഒരു ത്വര നിങ്ങൾക്ക് തോന്നും. അല്ലെങ്കിൽ ഉള്ള വണ്ടി ഒന്ന് മാറ്റിയെടുക്കണം എന്നൊരു ചിന്ത ഇപ്പോൾ വന്നിരിക്കും. അല്ലെങ്കിൽ ഒരു വീട് മേടിക്കണം, വീട് മെയിൻ്റെനൻസ് ചെയ്യണം എന്നൊരു ചിന്ത വന്നിരിക്കും. എന്തെങ്കിലും ഒരു പണിയും ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും.
4-5 വണ്ടിക്കടയിൽ പോയിട്ട് വണ്ടികളുടെ എല്ലാം വിലയൊക്കെ നോക്കുകയും ചെയ്യും. പക്ഷെ അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ആ ശുക്രന്റെ പണി അതാണ്. ശുക്രൻ 12 മാസത്തിലൊരിക്കലേ നിങ്ങൾക്ക് മകരക്കൂറുകാർക്ക് 4-ാം ഭാവത്തിൽ വരത്തുള്ളൂ. ഇനി അടുത്ത വർഷം മകരമാകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വണ്ടിയുടെ ഒരു കാര്യത്തിൽ ചിന്ത വരും. ഈ ഒരു മാസം കൊണ്ട് കടന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നത്തില്ല, വേണ്ട, മാറ്റി വെക്കാം, ഇച്ചിരി കഴിയട്ടെ, ഇപ്പോൾ ഉള്ള വണ്ടി തന്നെ മതി. ഇതുവരെ നിങ്ങൾക്ക് എന്ത് തോന്നും? ഇത് ആളിവിടെ നിൽക്കുന്നതുകൊണ്ട് എന്ത് തോന്നും? ഇപ്പം തന്നെ പോയി വണ്ടി എടുക്കണം, ആഭരണം എടുക്കണം, പണയത്തിൽ വെച്ചിരിക്കാൻ സ്വർണം, വേറെ എവിടുന്നെങ്കിലും കാശ് മറിച്ചിട്ട് ഇച്ചിരി ലോണൊക്കെ എടുത്തിട്ട് വീട്ടിൽ പോയി ഇരിക്കാൻ സ്വർണം എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവെക്കും. ഈ കാശം കടച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ വല്ല ഫിനാൻസിൽ നിന്നൊക്കെ വിളിച്ചിട്ട് പറയും ഇച്ചിരി പൈസ ചേട്ടൻ ഇത് ചെയ്തിട്ട് ലോണൊക്കെ വരാനുണ്ട്, വേണോ ചോദിക്കും. അപ്പം നമ്മൾ ആലോചിക്കും നമ്മുടെ സ്വർണം പണയത്തിലിരിക്കുമല്ലോ, ആ പൈസ ഇങ്ങോട്ട് മേടിച്ചിട്ട് സ്വർണ്ണം എടുക്കുക. എന്തായാലും അതിനും പലിശ കൊടുക്കണം, ഇതിനും പലിശ കൊടുക്കണം. സ്വർണ്ണമൊന്നുമില്ല, വീട്ടിലിരിക്കുകയും ചെയ്യും. പെണ്ണുമ്പിള്ളേക്ക് ഇച്ചിരി സമാധാനം വരും, നമ്മുടെ കയ്യിൽ 2 മോതിരമൊക്കെ എടുത്തിടാന്നൊക്കെ വിചാരിക്കും. അത് ഓരോ തോന്നിപ്പിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളത് പറയാനാണ് വന്നിരിക്കുന്നത്. ഇപ്പം മകരക്കൂറുകാരുടെ ഇപ്പോഴത്തെ ഒരു ഫലസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം വ്യാഴം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇച്ചിരി ദോഷഫലമാണെന്നും, പക്ഷേ വിദേശത്തുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് ഗുണം ഉണ്ടാകുന്ന സമയമാണെന്ന് എഴുതി വെക്കണം. അതുപോലെ ഓരോരുത്തരുടെ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഫലം പറയുന്ന ദിവസമാണ്. നിങ്ങൾ ഇഷ്ടമുള്ളൊരു അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കൊണ്ട് ഈശ്വരാധീനം മറിഞ്ഞു നിൽക്കുന്നതാണെന്നും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇച്ചിരി ദോഷ സമയമാണെന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ച് മോശം സമയമാണെന്നും, അതുപോലെ തന്നെ ധനപുരോഗതിയും ഐശ്വര്യമൊക്കെ ഇച്ചിരി കുറഞ്ഞു നിൽക്കുന്നതാണെങ്കിലും ശുക്രൻ നിങ്ങൾക്ക് ഗുണമായിട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പം നിങ്ങൾക്ക് ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണു പൂജ, തുളസിമാല, പാൽപ്പായസം പോലുള്ള വഴിപാടുകൾ ചെയ്യുക. സൂര്യന് ശിവക്ഷേത്രത്തിൽ രുദ്രസൂക്ത മന്ത്രാർച്ചന ചെയ്യുക. ഇത്രയും വഴിപാടുകൾ നിങ്ങൾ ചെയ്യുക. അഷ്ടമത്തിൽ ആയുർസ്ഥാനത്ത് കേതു നിൽക്കുന്നതുകൊണ്ട് ഗണപതി ഹോമം ചെയ്യുക. 3 വഴിപാടും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ഗുണവും പറഞ്ഞു കഴിഞ്ഞു, ദോഷവും പറഞ്ഞു, നിങ്ങൾക്കുള്ള ദോഷപരിഹാരവും പറഞ്ഞു വന്നു. പലരും പറയുന്നുണ്ട് നിങ്ങളിങ്ങ് മകരത്തിലോട്ടും കുംഭത്തിലോട്ടും മീനത്തിലോട്ടും വരുമ്പോൾ പിന്നെ പീടി പറഞ്ഞു പോകുന്നു എന്ന് പറയാറുണ്ട്. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറഞ്ഞേക്കുന്നത്. തുടക്കം തന്നെ നമ്മൾ മകരത്തിലാണ് തുടങ്ങിയേക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് 4-ാം കൂറായിട്ട് ശുക്രനെ നിൽക്കുന്ന മേടൻ രാശിക്കൂറിൻ്റെ കാലമാണ് അടുത്തതായിട്ട് പറയുന്നത്. എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേന്ദ്രഭാവങ്ങളിലൂടെ ഫലം പറയണമെന്നാണ് എന്നെ ജ്യോതിശാസ്ത്രം പഠിപ്പിച്ച ആളുകൾ പറഞ്ഞിട്ടുള്ളത്. എങ്കിലേ നിങ്ങൾക്ക് അത് പറയുന്നത് കൊണ്ട് പ്രയോജനം ചെയ്യത്തുള്ളൂ. ആ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് നമുക്ക് ഇഷ്ടപ്പെടാനും പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അശ്വതി, ഭരണി, കാർത്തികകാല് മേടക്കൂറുകാർക്ക് ഇപ്പം ജന്മത്തിൽ ശുക്രൻ, ധനസ്ഥാനത്ത് ആരുമില്ല, കുടുംബം, ഗൃഹസ്ഥാനം, അതുപോലെ തന്നെ കുടുംബം, സഹോദര സ്ഥാനത്ത് സൂര്യൻ, വ്യാഴം, ബുധൻ. അപ്പോൾ സഹോദര ഗുണം ഉണ്ടാവുക, കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഗുണം ഉണ്ടാവുക, കുടുംബത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാവുക, കുടുംബഗൃഹത്തിൽ താമസിക്കുന്ന ചേട്ടൻ്റെ മകളുടെ കല്യാണമൊക്കെ വരിക, അപ്പോൾ ഒരു ആനന്ദം അനുഭൂതി ഉണ്ടാവുക, നമുക്കൊന്ന് നാട്ടിൽ പോകാനുള്ള അവസരം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ പറയും. കുടുംബ ഓഹരി എല്ലാവരും ചേർന്നൊന്ന് തീരുമാനം എടുക്കുക, എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് എവിടെയെങ്കിലും ഒരു യാത്ര പോവുക എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ വിളിക്കും, അളിയാ നമുക്ക് ചേട്ടൻ വിളിക്കും, അളിയനും പെങ്ങളും എല്ലാവരും ഒത്തുകൂടി നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് തിരുപ്പതി പോയിട്ട് വരാം, അല്ലെങ്കിൽ ഒന്ന് പളനി പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവരും ഒരു ഉല്ലാസ യാത്രയൊക്കെ പോയിട്ട് വരുന്ന ഒരവസരം ഉണ്ടാകും എന്നൊക്കെ ചിന്തിക്കണം. അപ്പം മേടക്കൂറുകാർക്ക് ഗുണകരമായിട്ടുള്ള കാര്യം എല്ലാ ഭാവത്തിലും ഉണ്ടാകും. പഠിക്കുന്ന കുട്ടികൾക്ക് മുതൽ വൃദ്ധരായിട്ടിരിക്കുന്ന ആളുകൾക്ക്, വീട്ടിലിരിക്കുന്നവർക്ക് വരെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്നും, അതുപോലെ തന്നെ വിദേശയാത്രാ സംബന്ധമായിട്ടുള്ള ഗുണം ഉണ്ടാകുമെന്നും, പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യ കൊണ്ട് ഗുണമുണ്ടാകുമെന്നും, പഠിക്കുന്ന കാര്യത്തിൽ വിദേശയാത്രയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഗുണമുണ്ടാകുമെന്നും, അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ, വിവാഹാദി മംഗളകാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹാദി മംഗളകാര്യങ്ങളെ കൊണ്ട് എല്ലാവരുടെ ഒന്നിച്ചു കൂടാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് മേടംകാർക്ക് മിഥുന മാസത്തിലെ സൂര്യൻ്റെ സഞ്ചാരം കൊണ്ടുള്ള ഫലം പറയുന്നത്. നിങ്ങൾക്ക് ഭാഗ്യാധിപൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭാഗ്യാധിപൻ, മേടം രാശിക്കാരുടെ ഭാഗ്യാധിപൻ സൂര്യനാണ്. അപ്പം 3-ാം ഭാവത്തിൽ സൂര്യൻ നിൽപ്പുണ്ട്. വ്യാഴം. മേടക്കൂറുകാരുടെ ഭാഗ്യാധിപൻ വ്യാഴമാണ്. നിങ്ങൾക്ക് 3-ാം ഭാവത്തിൽ നിൽപ്പുണ്ട്. നിങ്ങളുടെ ധനാധിപൻ മേടക്കൂറുകാരുടെ ധനത്തിൻ്റെ അധിപനും കളത്രപുത്രാധിപനും ആയിട്ടുള്ള ശുക്രൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മംഗല്യ കാര്യങ്ങൾ, ഒരുപാട് വിവാഹങ്ങളിൽ പങ്കെടുക്കാൻ പറ്റും. അല്ലെന്ന് വരിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ള കുട്ടികൾക്ക് വിവാഹങ്ങളെല്ലാം തരപ്പെട്ടു വരും. അല്ലെങ്കിൽ അശ്വതി, ഭരണി, കാർത്തിക കാലിൽപ്പെടുന്ന വിവാഹം കഴിക്കാത്ത യുവതി യുവാക്കൾക്ക് മംഗല്യം തരപ്പെട്ടു വരുന്ന ഒരു സമയമായിട്ടാണ് ഇപ്പോഴുള്ള ഈ സമയത്തെ പറയുന്നത്. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു ശുഭകരമായിട്ടുള്ള ഒരു കാര്യം അനുകൂലമായിട്ടെല്ലാം വരും. നിങ്ങൾക്കിപ്പോൾ ദോഷമായിട്ട് നിൽക്കുന്ന ആരാണ്? 5-ാം ഭാവത്തിൽ കേതു, അതുപോലെ തന്നെ ചൊവ്വ നിങ്ങൾക്ക് നല്ല ഗ്രഹമാണ്. കാരണം മേടലഗ്നക്കാർ, അശ്വതി, ഭരണി, കാർത്തികാലുകാർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും വരുന്നത്. ചന്ദ്രലഗ്നാധിപൻ ആണ് ചൊവ്വ. ലഗ്നാധിപൻ ഏത് ഭാവത്തിൽ പോയാലും നല്ലതാണ്. നിങ്ങൾക്ക് 5-ാം ഭാവത്തിൽ ചൊവ്വ നിൽപ്പുണ്ട്, അത് വളരെയധികം വിശേഷ ഗുണമാണ്. പക്ഷേ
ജൂലൈ മാസം ആകുമ്പോൾ ചൊവ്വ 6ാം ഭാവത്തിലേക്ക് മാറും, അത് ദോഷമായിട്ട് വരും. അപ്പോൾ കേതു മാത്രമാവും ഇവിടെ. അപ്പോഴത്തേക്കിനും ബുധൻ ഇങ്ങോട്ട് ചാടി വരും. അപ്പം നിങ്ങൾക്ക് 5ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് മനസ്സിന് വിഷമം ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ സംഗതികൾ വന്നു ചേരാനും വിഷമതകൾ അനുഭവിക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നതുകൊണ്ട് ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 3ാം ഭാവം എന്ന് പറയുന്നത് നല്ലതല്ല. 3, 6, 8, 12 നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശുഭഗ്രഹങ്ങളായിട്ടുള്ള സൂര്യനും വ്യാഴവും ബുധനും 3ാം ഭാവത്തിൽ, 3ാം ഭാവം സഹോദര സ്ഥാനം, കുടുംബസ്ഥാനം, വേറെയും സ്ഥാനങ്ങളുണ്ട്. അതിൽ പ്രധാന സ്ഥാനം നമ്മൾ പറയുന്നത്. അപ്പോൾ 3ാം ഭാവത്തിലേക്കാണ് ആരൊക്കെ നിൽക്കുന്നത്? 3 എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഫലമാണ് വരുന്നത്. 6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി, 8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി, 12 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി വരുന്ന ഒരു ഭാവമാണ്. അപ്പോൾ 3, 6, 8, 12 സൂര്യനും വ്യാഴവും ബുധനും ഇച്ചിരി ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആദിത്യനെ പൂജ ചെയ്യുക, രുദ്രസൂക്തം, ശിവപൂജ ചെയ്യുക, വിഷ്ണു പൂജ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, ഗണപതി ഹോമം ചെയ്യുക. അപ്പം മേടക്കൂറുകാരുടെയും മകരക്കൂറുകാരുടെയും ഫലസിദ്ധി നമ്മൾ പറഞ്ഞു. മേടക്കൂറുകാർക്ക് എല്ലാ കാര്യത്തിലും ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകുമെന്നും തൊഴിൽ പുരോഗതി ഉണ്ടാകുമെന്നും വിദേശയാത്രാപരമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകുമെന്നും ധനപുരോഗതിയും ഐശ്വര്യം വന്നു ചേരുമെന്നും മംഗല്യ കാര്യങ്ങളിൽ ഉത്തമമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്നും ആരോഗ്യം മെച്ചപ്പെടുമെന്നുമാണ് ഫലസിദ്ധി കാണുന്നത്. അടുത്തതായിട്ട് നമ്മൾ കർക്കിടകക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. കർക്കിടകക്കൂറിൽ വരുന്നത് ആരൊക്കെയാണ്? പുണർദത്തിൽ കാലും പൂയോ ആയില്യക്കാർ എന്ത് കരുതണം? ഞങ്ങളുടെ ജന്മരാശിയിൽ ആരും ഇപ്പം ഇല്ല. അപ്പോൾ ഇനി വരാൻ പോകുന്നത് 22ാം തീയതി ഇത് ജൂൺ മാസം 22ാം തീയതി ആള് വരുന്നത് ബുധൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, കർക്കിടകത്തിലേക്ക് വരുന്നുണ്ട്. ജൂൺ 22ാം തീയതി. മെയ് ഇതുവരെ എൻ്റെ നാട്ടിൽ നിന്ന് പോയിട്ടില്ല, എന്താണെന്നറിയാൻ വയ്യ. അപ്പം ബുധൻ ജൂൺ മാസം 22ാം തീയതി കർക്കിടകത്തിലേക്ക് വന്നിട്ടില്ല, ഇപ്പം ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങളുടെ ധനസ്ഥാനത്ത് ആരൊക്കെയുണ്ട്? ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് ഈ ജ്യോതിഷം മുഴുവൻ മനസ്സിലാവും. ധനസ്ഥാനത്ത് കേതുവും ചൊവ്വയും ധനസ്ഥാനത്ത് നിൽക്കുന്നത്, കേതു നിൽക്കുന്നത് ദോഷമാണ്, ചൊവ്വ നിൽക്കുന്നത് അനുകൂലവുമാണ്. എങ്ങനെയാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. ധനസ്ഥാനത്ത് കേതു വരുന്നത് ധനത്തെ പാഴ്ചലവാക്കുന്നതിനും അതുപോലെ തന്നെ പല വിധത്തിലുള്ള ധനനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ ഉള്ളൊരു സാധ്യതകളാണ് അവിടെ കാണുന്നത്. പക്ഷെ ചൊവ്വ നിങ്ങൾക്ക് യോഗകാരകനാണ്. കർക്കിടകക്കൂറുകാർ എഴുതി വെക്കുക, കർക്കിടകക്കൂറുകാർ കാണുന്നവർ എഴുതി വെക്കുക. പുണർദത്തിൽ കാലും പൂയോ ആയില്യക്കാരുടെ എൻ്റെ യോഗകാരകൻ, യോഗങ്ങൾ ഉള്ളതിൻ്റെ കാരകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവത്തിൽ തരുത്തുന്ന ആള് ചൊവ്വയാണ്. ഓരോരുത്തർക്കും മാറി മാറി വരും. അപ്പം ചിങ്ങക്കൂറുകാർക്കും കർക്കിടകക്കൂറുകാർക്കും എപ്പോഴും യോഗകാരകൻ ചൊവ്വയായിരിക്കും എന്ന് നിങ്ങൾ എഴുതി വെക്കുക. ഇടവക്കൂറുകാർക്ക് യോഗകാരകൻ ശനിയാണ്. ഇടവക്കൂറുകാരൊക്കെയാണ് വരുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല, ഇവരുടെ കാര്യം പറഞ്ഞിട്ടില്ല. എങ്കിലും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാതെ പറഞ്ഞത് തുടക്കം മുതൽ അവസാനം വരെ പോയിന്റുകൾ മാത്രമാണ് പറയുന്നത്. ഇടവക്കൂറുകാരൊക്കെയാണ് വരുന്നത് കാർത്തിക മുക്കാല്, രോഹിണി, മകേരത്തരക്കാര്. നിങ്ങളൊരു പേനയും പേപ്പറും എഴുതി വെക്കുക, എൻ്റെ യോഗകാരകൻ ശനിയാണ്. അതുപോലെ തന്നെ ചിത്തിരയരെയും ചോദ്യം വിശാഖത്തിൽ മുക്കാല് വരുന്ന തുലാക്കൂറുകാർ എഴുതി വെക്കുക, ഒരു പേനയും പേപ്പർ എടുത്ത്, എൻ്റെ യോഗകാരകൻ ശനിയാണ്. നിങ്ങൾ 100 കണക്കിന് ജ്യോതിഷ വീഡിയോസുകൾ കാണുന്നതിനകത്ത് ഒരാൾ പോലും ഈ കാര്യം പറഞ്ഞു തരത്തില്ല. അവരെ കുറ്റം പറയുകയല്ല, അവർക്കറിയത്തില്ല പറഞ്ഞു കൊടുക്കാൻ, അല്ലെ അവരത് ശ്രദ്ധിക്കത്തില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. എല്ലാവരും മിടുക്കന്മാരാണ്, പക്ഷേ അവരത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വീഡിയോസ് ഒന്നും ഞാൻ കണ്ടാറില്ല. പലരുടെയും വീഡിയോസൊക്കെ ഇടയ്ക്ക് നോക്കാറില്ല. അപ്പം അങ്ങനെ ഒന്നും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. തുലാക്കൂറുകാരായിട്ടുള്ള ആരൊക്കെയാ? ചിത്തിരേരെയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർക്ക് നിങ്ങൾക്ക് യോഗകാരകൻ ശനിയാണ്. നിങ്ങളും ശനിയാണ്. കർക്കിടകക്കാർക്കും ചിങ്ങക്കാർക്കും ആരാണ്? ചൊവ്വയാണ്. ഇനി അടുത്തതായിട്ട് മകരക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും യോഗകാരകൻ ശുക്രനാണ്. നിങ്ങളത് എഴുതി വെക്കണം. കുംഭത്തിനും മകരത്തിനും യോഗകാരകൻ ശുക്രൻ. നിങ്ങൾക്ക് 4ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നല്ലേ നേരത്തെ പറഞ്ഞേ. മകരക്കൂറുകാർക്ക് എവിടെ നിൽക്കുന്നത്? 5ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. മകരക്കൂറുകാർക്ക് 4ാം ഭാവം. മകരക്കൂറുകാർക്ക് 4ാം ഭാവം. അതാ നേരത്തെ ഞാൻ ആദ്യം മകരക്കൂറുകാരുടെ ഫലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ യോഗകാരകനും കൂടിയായിട്ടുള്ള ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് വ്യാഴം ഇവിടൊക്കെ നിൽക്കുന്നതിൻ്റെ ഒന്നും ദോഷം ഇപ്പോൾ ബാധിക്കത്തില്ല. അതാ ഗുണകരമായിട്ടുള്ള കാര്യം പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കർക്കിടകത്തിനെ പറഞ്ഞു വന്നപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് വീണ്ടും കർക്കിടകത്തിലേക്ക് തന്നെ തിരികെ വരുന്നു. പുണർദത്തിൽ കാലും പൂയോ ആയില്യം വരുന്ന കർക്കിടകക്കൂറുകാർക്ക് യോഗകാരകനായിട്ടുള്ള ചൊവ്വ ധനസ്ഥാനത്ത് നിൽക്കുന്നു. കുടുംബസ്ഥാനത്തും സഹോദരസ്ഥാനത്തും ആരുമില്ല. ഗൃഹം വാഹനസ്ഥാനത്ത് ആരുമില്ല. മനസ്ഥാനത്തും സന്താനസ്ഥാനത്തും ആരുമില്ല. ശത്രുസ്ഥാനത്ത് ആരുമില്ല. 7ാം ഭാവത്തിൽ മംഗല്യസ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് ചന്ദ്രനാണ്. അത് നല്ലതാണ്. അഷ്ടമഭാവത്തിൽ രാഹു നിൽക്കുന്നു. അത് നമുക്ക് കുറച്ച് ദോഷഫലങ്ങളാണെങ്കിൽ പോലും പാപഗ്രഹമായതുകൊണ്ട് അഷ്ടമഭാവത്തിൽ നിൽക്കുന്നത്, രാഹു അഷ്ടമഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. ഭാഗ്യസ്ഥാനത്ത് ശനി 9ാം ഭാവത്തിൽ. കർമ്മസ്ഥാനത്ത് ശുക്രൻ, തൊഴിൽ സ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നു. ലാഭസ്ഥാനത്ത് ആരുമില്ല. നഷ്ടസ്ഥാനത്ത് സൂര്യനും വ്യാഴവും ബുധനും നിൽക്കുന്നു. അതാണ് നിങ്ങളുടെ ദോഷം.
അപ്പം പുണർദത്തിൽ കാലം പൂയോ ആയില്യക്കാർ എഴുതി വെക്കണം, എൻ്റെ നഷ്ടസ്ഥാനത്താണ് ഇവർ നിൽക്കുന്നത്. പക്ഷെ അവരിപ്പം മാറും. ബുധനിപ്പം ഇങ്ങോട്ട് ചാടും, വ്യാഴം ഒക്ടോബറിൽ ഇങ്ങോട്ട് വരും, സൂര്യൻ അടുത്ത മാസം മിഥുനം കർക്കിടക മാസം 1-ാം തീയതി ആകുമ്പോൾ സൂര്യൻ ഇങ്ങോട്ട് വരും, നിങ്ങളുടെ ധനാധിപൻ ഇങ്ങോട്ട് വരും. പേടിക്കൊന്നും വേണ്ട, ആള് വരാൻ പോകുന്നുണ്ട്. തൊട്ടടുത്തടുത്ത ആൾ ഇവിടെ നിൽപ്പുണ്ട്, തൊട്ട് പുറകെ നിൽക്കുന്ന ആൾ ഇനി ഇങ്ങോട്ടല്ലേ ചാടാനൊക്കത്തുള്ളൂ. അപ്പോൾ സൂര്യൻ കർക്കിടക മാസം 1-ാം തീയതി ആകുമ്പോൾ കർക്കിടകത്തിലോട്ട് വരും 1-ാം തീയതി. ഇപ്പം മിഥുനം 1-ാം തീയതി ആയിട്ട് 30 ദിവസം വരെ നിങ്ങൾ ഇന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി. അപ്പം നിങ്ങൾക്ക് അനുകൂല സ്ഥാനത്ത് ആര് നിൽക്കുന്നു? ശുക്രൻ നിൽക്കുന്നു. ഭാഗ്യസ്ഥാനത്ത് ആര് നിൽക്കുന്നു? ശനി നിൽക്കുന്നു. ധനസ്ഥാനത്ത് ചൊവ്വ നിൽക്കുന്നു. ഇങ്ങനെ സ്ഥാനം പറയുമ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാവും. നിങ്ങൾ ഇതിനകത്തുള്ളവരാണെങ്കിൽ ഇത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ദോഷസ്ഥാനമായിട്ട് നിൽക്കുന്നത് വ്യാഴം ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത്, ബുധൻ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത്, സൂര്യൻ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ഈ 3 ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സൂര്യന് വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയാർച്ചന, കൂളമാല, ജലധാര ഒക്കെ നടത്തുക, പുഷ്പാഞ്ജലി നടത്തുക, പായസം നടത്തുക, പാൽപ്പായസം നടത്തുക, വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസം പോലെ വഴിപാട് നടത്തുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക, ഭാഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, കുങ്കുമാർച്ചന, വെണ്ണ നിവേദ്യം പോലുള്ള വഴിപാടുകൾ ചെയ്യുക. അപ്പം കർക്കിടക കൂറുകാർക്ക് എന്താണ്? ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. അപ്പോൾ നമ്മൾ മകരത്തിൻ്റെ പറഞ്ഞു, മേടത്തിൻ്റെ പറഞ്ഞു, കർക്കിടകത്തിൻ്റെ പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് തുലാക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. തുലാക്കൂറുകാർക്ക് തുലാക്കൂറിൽ ആരുമില്ല എന്നുള്ളത്, ലഗ്നത്തിൽ ആരുമില്ല എന്നുള്ളത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ധനസ്ഥാനത്ത് ഇപ്പോൾ ആരുമില്ല, നിങ്ങളുടെ കുടുംബസ്ഥാനത്തും സഹോദര സ്ഥാനത്തും ആരുമില്ല. ഗൃഹവാഹന സ്ഥാനത്ത് ചന്ദ്രൻ 4-ാം ഭാവത്തിൽ, മനസ്ഥാനം സന്താനസ്ഥാനത്ത് രാഹു, ശത്രുസ്ഥാനം രോഗസ്ഥാനമായിട്ടുള്ള 6-ാം ഭാവത്തിൽ ശനി, മംഗല്യസ്ഥാനത്ത് ശുക്രൻ, അഷ്ടമത്തിൽ ആയുസിൻ്റെ സ്ഥാനത്ത് ആരുമില്ല. ഭാഗ്യസ്ഥാനത്ത് സൂര്യൻ, ഭാഗ്യസ്ഥാനത്ത് വ്യാഴം, ഭാഗ്യസ്ഥാനത്ത് ബുധൻ. ഇത് ഹരിപ്രസാദ് ആരെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത്. തുലാക്കൂറിൽ വരുന്ന ഒരുപാട് പേര് വിദേശത്തിരുന്ന് കാണുന്ന നിങ്ങൾ എഴുതി വെക്കുക, എൻ്റെ ഭാഗ്യസ്ഥാനത്ത് സൂര്യനും വ്യാഴവും ബുധനും ഉണ്ട്. നിങ്ങളൊരു ജ്യോത്സ്യനെ ഇപ്പോൾ കാണേണ്ട കാര്യമില്ല, ഒരു ജ്യോത്സ്യനും വിളിച്ച് കാശ് കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ പറയുന്ന വീഡിയോ ഒന്ന് കേട്ടാൽ എത്ര രൂപയുടെ നഷ്ടം വരാനാണ്? MB അല്ലേ ചിലവാകത്തുള്ളൂ, വേറെ ഇത്ര 2 GB ഒക്കെ വെറുതെ കിട്ടുന്നില്ല. എത്രയോ ദിവസം വെറുതെ റീൽസ് കണ്ട് കളയുന്ന സമയം കൊണ്ട് ഈ പറയുന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നഷ്ടമൊന്നുമില്ലല്ലോ, ഫോണിൽ കൂടെ കാശൊന്നും അയച്ചു കൊടുക്കണ്ടല്ലോ. ഇത്രയും വീഡിയോ ഇത്രയും നേരം കണ്ടതിന് ലവിയൊന്നും ചമത്തൊന്നുമില്ല. അപ്പം തുലാക്കൂറുകാർ എഴുതി വെക്കണം, എൻ്റെ ഭാഗ്യസ്ഥാനത്ത് സൂര്യനും വ്യാഴവും ബുധനും. കർമ്മസ്ഥാനത്ത് ആരും ഇപ്പം ഇല്ല. എൻ്റെ ലാഭസ്ഥാനം 11-ാം ഭാവം കേതുവും ചൊവ്വയും ഉണ്ട്. അത് കേതു നിൽക്കുന്നത് ദോഷമാണെന്നും പക്ഷേ ചൊവ്വ നിൽക്കുന്നത് നല്ലതാണെന്നും നമുക്കറിയണം. അപ്പം നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് കേതു നിൽക്കുന്നതുകൊണ്ട്, കേതു ലാഭസ്ഥാനം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ലാഭസ്ഥാനം വരുന്നത്? ഒരു ബിസിനസ്സുകാരന് ലാഭത്തിൽ നിന്നാണ് വരുമാനം കിട്ടുന്നത്, ശമ്പളമല്ല. അയാൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നാണ് അന്ന് ലാഭം കിട്ടുന്നത്. അങ്ങനെ ലാഭം കിട്ടുന്ന ഒരുപാട് പേരാണ് നമുക്ക് ശമ്പളം തരുന്നത്. അപ്പോൾ ആ ലാഭസ്ഥാനം എന്ന് പറയുമ്പോൾ ഒരു സ്വർണ്ണക്കട നടത്തുന്ന ഒരാൾക്ക് ലാഭം കിട്ടണം. അവർക്ക് സ്വർണ്ണത്തിൻ്റെ പവൻ കയ്യിലിരിക്കുന്ന സംഭാവന ഇന്നൊരു 1000 രൂപ കുറഞ്ഞാൽ ഇന്നൊരു 100 പവൻ കച്ചവടം നടക്കുവാണെങ്കിൽ എത്ര രൂപയുടെ നഷ്ടമായിരിക്കും? അടുത്ത ദിവസം കൂടിയാലല്ലേ ലാഭം വരത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു തുണിക്കട നടത്തുന്ന ഒരാൾക്കാണെങ്കിലും, അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ കമ്പനികളൊക്കെ നടത്തുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മാസം നഷ്ടസ്ഥാനത്ത് കേതു നിൽക്കുന്നതിനാൽ നിങ്ങൾ ആ ദോഷം മാറാൻ, കേതു എന്ന് വെച്ചാൽ സർപ്പമാണ്, വാലുള്ള സർപ്പമാണ്, കണ്ണും കയ്യും ഇല്ലാത്ത ആളാണ്. അപ്പം ലാഭസ്ഥാനത്ത് കേതു വരുന്നത് അനുകൂലമാക്കിയാൽ നിങ്ങൾക്ക് വലിയ ഗുണമാണ്. ഇതുപോലൊരു 1.5 വർഷം നിങ്ങൾക്ക് വരാനില്ല കേതു നിങ്ങളുടെ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട്. അത് ദോഷമാവാനും ഏറ്റവും വലിയ കാര്യമാണ്. അപ്പം പ്രതികൂലമാക്കി നിൽക്കുന്നതിനെ അനുകൂലമാക്കാൻ നാഗപ്രീതി വരുത്തുക, ഗണപതിക്ക് അഷ്ടദ്രവ്യ ഗണപതി ഹോമം തന്നെ ചെയ്യുക. അപ്പോൾ തുലാക്കൂറുകാരുടെ ഗുണമായിട്ട് പറയുന്നത് ലാഭസ്ഥാനത്ത് സൂര്യൻ, വ്യാഴം, ബുധൻ. അപ്പോൾ തുലാക്കൂറുകാർക്ക് ഇപ്പം നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുക, ഞാൻ ഇങ്ങോട്ട് നോക്കുന്നേ ഇല്ല നിങ്ങളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. തുലാക്കൂറുകാർക്ക് പഠനം ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയ ഗുണമാണെന്നും, തൊഴിൽ പുരോഗതി ഉണ്ടാകുമെന്നും, ഭാഗ്യം ഉണ്ടാകുമെന്നും, പിതൃഗുണം ഉണ്ടാകുമെന്നും, പ്രണയം സാഫല്യമാകുമെന്നും, വിവാഹ കാര്യങ്ങളെല്ലാം തരപ്പെട്ട് വരുമെന്നും, ദാമ്പത്യ ഗുണം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. ഇതെനിക്ക് ഇവിടോട്ട് നോക്കേണ്ട കാര്യമില്ല, പക്ഷെ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. എന്താ കാര്യം? നിങ്ങളുടെ മംഗല്യസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നു. അപ്പോൾ എന്താ, ഇപ്പോൾ ഒരാൾ 45 വയസ്സുള്ള ഒരാൾ, കാര്യം മക്കളുള്ള ആളാണ്, എനിക്കിനി വേറെ മംഗല്യം നടക്കുമെന്നുള്ള എൻ്റെ അർത്ഥം. നിങ്ങളുടെ ഗൃഹത്തിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. ഭാര്യയുമായിട്ടൊക്കെ ഇച്ചിരി വിഷമത്തിലൊക്കെ കലഹത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അത് മാറിയിട്ട് ചേട്ടാന്നും പറഞ്ഞൊരു ദിവസം സന്തോഷമായിട്ടൊരു ചാപ്പിയെ കൊണ്ട് തന്നിട്ട് പറയും, നമുക്ക് മക്കൾക്കും എല്ലാവർക്കും കൂടെ ഒരിടം വരുന്ന് പോയാലോ. അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്ന ഭാര്യ അവിടെ നിന്ന് വീട്ടുകാരെങ്കിലും വിളിക്കും, അളിയൻ വിളിച്ചിട്ട് പറയും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നേ, നിങ്ങളൊന്ന് ഒന്നിക്ക്, ആ പ്രശ്നങ്ങളൊക്കെ പറയുന്നതൊക്കെ മറക്ക്. അയ്യോ ഇന്നലെ വരെ അളിയൻ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞതെന്ന് നമ്മൾ വിചാരിക്കേണ്ട. അപ്പോഴത്തേക്കിന് അളിയൻ അങ്ങനെ പറയും. ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മംഗല്യ ഗുണമെന്ന് മാത്രമേ ജ്യോതിഷത്തിൽ പറയുന്നുള്ളൂ. ഇപ്പോൾ കല്യാണം കഴിക്കാത്ത ഒരാളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം?
ഇപ്പം നിങ്ങൾക്കൊരു അനുകൂല സമയമാണ്. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇപ്പം നടത്തണം. ഒരു ബ്രോക്കർ ചേട്ടനെ പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. അപ്പോൾ അവർ പോയി ഒരു പെണ്ണിനെ കാണിക്കും, സംഭവം സെറ്റ്. അതല്ലെന്ന് വരിയിൽ നിങ്ങൾക്കൊരു പ്രണയമുണ്ട് ഒരു പെൺകുട്ടിയുമായിട്ട്. അവർ പറയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല, പക്ഷെ അത് പറയണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പെൺകുട്ടിയാണ് കാണുന്നെങ്കിൽ ഇയാളുടെ പുരുഷനോട് എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് എന്ന് പറയാമെന്ന് ഒരു മനസ്സിൽ താല്പര്യമുണ്ട്, പക്ഷെ പറയാതിരിക്കുവാണ്. ഇപ്പോൾ പോയി പറഞ്ഞു ഐ ലവ് യു എന്ന് പറയുമ്പോൾ ഐ ലവ് യു ടു എന്ന് പറഞ്ഞിരിക്കും. ഇല്ലെങ്കിൽ എന്നെ വിളിച്ചു, ഞാൻ അതിൻ്റെ മറുപടി പറഞ്ഞുതരാം. അപ്പോൾ ഇത് പറയാതിരിക്കാനൊക്കത്തില്ല. അപ്പോൾ ശുക്രൻ അനുകൂലമായിട്ട് നിൽക്കുക. അപ്പോൾ തുലാക്കൂറുകാർക്ക് നിങ്ങൾക്ക് ദോഷസ്ഥാനമായിട്ട് പറയാനൊക്കത്തില്ല. ശനി 6ാം ഭാവത്തിൽ നിൽക്കുന്നത് തുലാക്കൂറുകാർക്ക് നല്ലതാണ്. ഇത് എന്താ കാരണം? നേരത്തെ ഞാൻ പറഞ്ഞു, തുലാക്കൂറുകാരുടെ യോഗകാരകനാരാണ്? ശനിയാണ്. ശനി 6ാം ഭാവത്തിൽ പോയി നിൽക്കുന്നത് ശത്രുക്കളുടെ ദോഷങ്ങളെല്ലാം ഇല്ലാതാകും. ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കെതിരായിട്ട് ചുമ്മാ കൊണ്ടുപോയി കേസ് കൊടുത്തേക്കുന്ന ആൾക്കാരുണ്ടാവും. വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് അതിർത്തി തട്ടുമെന്നോ അല്ലെങ്കിൽ നമ്മൾ കയറി അങ്ങനെ ഇതൊന്നും ഇങ്ങനെ ഇതെന്നൊക്കെ പറഞ്ഞ് കേസൊക്കെ കൊടുത്തിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തള്ളിപ്പോകും. അതുപോലെ ശത്രുക്കളൊക്കെ നിഷ്പ്രഭരായി പോകുന്നൊരു സമയമാണെന്നും നമ്മൾ കൊടുത്തിരിക്കുന്ന കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വിജയിക്കുമെന്നൊക്കെയുള്ള ഒരു സമയമാണ് 6ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട്. നിങ്ങൾക്ക് ശുക്രൻ 7ാം ഭാവത്തിൽ നിൽക്കുക. ഈ സമയം നിങ്ങൾ എന്തുവാണ് ആ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. നമ്മളിപ്പോൾ കയ്യിലിരിക്കുന്ന വിത്ത് കൊണ്ടുപോയി വിതറിയാലേ അത് കിളിച്ച് 4 ഇരട്ടിയായിട്ട് വരത്തുള്ളൂ. വീട്ടിൽ ഉണങ്ങാനിട്ടിരിക്കുന്ന തുണി കൊണ്ടുപോയി അശയിലിട്ടെങ്കിലേ ആ വെയിലത്ത് ഉണങ്ങിക്കിടത്തുള്ളൂ. വെളി വെയിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ശുക്രൻ 7ാം ഭാവത്തിൽ ഇത് പറഞ്ഞു തരാനാണ് എൻ്റെ കർത്തവ്യം. 7ാം ഭാവത്തിൽ ശുക്രനും ഭാഗ്യസ്ഥാനത്ത്, 7ാം സ്ഥാനം എന്ന് പറയുന്നില്ല, മംഗല്യസ്ഥാനത്ത് ശുക്രനും, ഭാഗ്യസ്ഥാനത്ത് സൂര്യനും വ്യാഴവും ബുധനും നിൽക്കുന്നു. ആർക്ക്? തുലാക്കൂറുകാർക്ക്. നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് ആര് നിൽക്കുന്നു? കേതു നിൽക്കുന്നു ലാഭസ്ഥാനത്ത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് രാഹു 5ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പം നിങ്ങൾ നാഗപ്രീതി വരുത്തുക, ഗണപതി ഹോമത്തിനുള്ള വഴിപാടുകൾ ചെയ്യുക, നിങ്ങളുടെ സർവ്വവിധത്തിലുള്ള ദോഷങ്ങളും മാറും. ആരെക്കുറിച്ചും ഒരു രാശിക്കാരെക്കുറിച്ചും ഞങ്ങൾ വിശദമായിട്ട് പറയാതിരിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾക്ക് വിശദമായിട്ട് പറയുന്നില്ല എന്നുള്ളത് നിങ്ങളിത് കേൾക്കാത്തതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇടവക്കൂറുകാരുടെ കാര്യമാണ്. പറഞ്ഞിട്ടില്ല, ഇനി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇടവക്കൂറുകാർക്ക് ജന്മത്തിൽ ആരുമില്ല, ധനസ്ഥാനത്ത്. ഇപ്പം ഞാൻ പല പ്രാവശ്യവും വീഡിയോ ചെയ്യുന്നപ്പോൾ പറഞ്ഞു, തിരുമേനി ധനസ്ഥാനത്ത് വ്യാഴം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് യാതൊരു ഗുണമില്ല. ഇന്ന് രാവിലെ എന്നെ ഒരു വസ്തുവിൻ്റെ ബ്രോക്കർ വിളിച്ചിട്ട് പറഞ്ഞു, വസ്തു കച്ചവടം ഒന്നും അങ്ങോട്ട് നീങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത്തം നക്ഷത്രക്കാരനാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ജാതകത്തിൽ 12ൽ കേതുവാണ്. അതുപോലെ തന്നെ രാഹു 6ാം ഭാവത്തിൽ സഞ്ചരിക്കുക, കണ്ടകശനിയുടെ ദോഷമുണ്ട്. ഇത് പറയുന്നതൊന്നും അവർക്ക് കേൾക്കണ്ട. ഉടൻ തന്നെ അവരുടെ വസ്തു വിൽക്കുന്ന കാര്യത്തിന് പെട്ടെന്ന് ഞാൻ ഇന്ന് രാവിലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു പരിഹാരം പറയണം, അത് പോയി ചെയ്യാം, അപ്പം തന്നെ ഒരു വസ്തുവിൻ്റെ കാര്യം നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതൊന്ന് കേൾക്കാനുള്ള മനസ്ഥിതി കൂടെ ഉള്ളവരെ നമ്മളെ ഫോൺ ചെയ്യുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുള്ളൂ. ഒരുപാട് പേര് വീട്ടിൽ ഇരുന്നിട്ട് ഡെയിലി 100-200 മെസ്സേജ് വരുന്നുണ്ട്. ഭാര്യയും ഭർത്താവുമായിട്ട് പിണങ്ങിയിരിക്കുകയാണ്, ഭർത്താവിനെ ഇന്ന് അടുത്ത് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ പറയും, നിങ്ങളിപ്പോൾ നിങ്ങളുടെ സമയപ്രകാരം നിങ്ങൾ 7ാം ഭാവത്തിൽ ശുക്രൻ നിൽപ്പുണ്ട്, അനുകൂല സമയമാണ്, അപ്പോൾ അതിനായിട്ട് പരിശ്രമിച്ചാൽ നല്ലതായിരിക്കും. ഒരു വഴിപാട് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയും, ഞങ്ങൾ ഹിന്ദു അല്ല. ഉടൻ തന്നെ അടുത്ത വാക്ക് ഇങ്ങോട്ട് പറയുന്നത്, നമ്മൾ ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ അല്ല ഈ പറയുന്നത്, മനുഷ്യർക്ക് പറയുന്ന കാര്യമാണ്. ആരുടെ ജാതിയും മതം ഇവിടെ ആരും നോക്കുന്നത്? അതൊക്കെ പഴയ കാലത്തായിരുന്നു ആ ജാതിയും മതമൊക്കെ നോക്കുന്നത്. എൻ്റെ പേര് ഹരിപ്രസാദ് എന്ന് ഇട്ടേക്കുന്നത്, ഏത് വാലാന്ന് ആർക്കറിയാം? നിങ്ങൾക്കറിയാവോ? അത് പറയുന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്ന ഒരാളോടാണ് ഈ പറയുന്നത്, അല്ലാതെ ഈ വ്യക്തിപരമായി അല്ല ഇത് പറയുന്നത്. അപ്പം നിങ്ങൾ ജ്യോതിഷം പറയുമ്പം മുസ്ലിം, ക്രിസ്ത്യാനി, ഹിന്ദു, ജൈന, പാഴ്സി, ബുദ്ധൻ ഇതൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ മനുഷ്യരായിട്ടുള്ളവർ സംസാരിക്കാൻ അറിയാം. നിങ്ങൾ ഏത് ഭാഷക്കാരനും ആയിക്കോട്ടെ, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ആ ഭാഷയിൽ നിങ്ങൾക്ക് മറുപടി തിരിച്ചു തരാം. അറബിയാണെങ്കിൽ അറബി, തെലുങ്കാണെങ്കിൽ തെലുങ്ക്, കന്നഡയാണെങ്കിൽ കന്നഡ, ഇതെല്ലാം നമുക്കിപ്പം ഗൂഗിളില്ലാത്ത ആപ്പുണ്ട്, അതിനകത്ത് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മറുപടി തരാം, ഒന്നും പേടിക്കണ്ട. അപ്പം നമ്മളിനി അടുത്തതായിട്ട് ഇടവക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോടെ പറഞ്ഞു പോകാതിരിക്കാനൊക്കത്തില്ല. അപ്പം ധനസ്ഥാനത്ത് സൂര്യനും വ്യാഴവും ബുധനും നിൽക്കുന്നു. അനുകൂലമായിട്ടുള്ള ധനപുരോഗതി, ഐശ്വര്യം, അതുപോലുള്ള ഗുണങ്ങളുണ്ടാകുമെന്നും ഇടവക്കൂറുകാർക്ക് സന്തോഷം, ജീവിത വിജയം, ധനം, മനഃശാന്തി, ബിസിനസ് വിജയം, ആരോഗ്യം, ദാമ്പത്യ ഗുണം, വിദേശത്ത് വേണ്ടി ജോലിക്ക് ശ്രമിക്കുന്നവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ്. നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങളുടെ ദശാപഹാര കാലം ഏതാണെന്നും ആ ദശാനാഥൻ ദോഷത്തിലാണോ നിൽക്കുന്നത് എന്നും കൂടി നിങ്ങൾ ജ്യോതിഷനെ കൊണ്ട് പരിശോധിപ്പിക്കണം. ഈ വീഡിയോ 2 ദിവസം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പെട്ടെന്നൊരു ഉദാഹരണം ഞാൻ പറയാം. ഇടവത്തിൽ വരുന്ന ആയിരിക്കാം കാർത്തിക മുക്കാല് രോഹിണി മകയിരത്തര വരുന്നതിൽ രോഹിണി നക്ഷത്രക്കാരനാണ് ഇത് കേൾക്കുന്നതെന്ന് വിചാരിക്കുക. ഈ രോഹിണി നക്ഷത്രക്കാരന് ഇപ്പോൾ നിലവിൽ വയസ്സ് വന്നിട്ട് ഒരു
8 വയസ്സുണ്ടെന്നുകൂടെ നമ്മൾ ചുമ്മാ കരുതുന്നു. അപ്പം രോഹിണി നക്ഷത്രക്കാരൻ ജനിക്കുന്നത് ചന്ദ്രദശയിലായിരിക്കും. ഇദ്ദേഹത്തിന് 5 വയസ്സ് വരെ ചന്ദ്രൻ, 12 വയസ്സ് വരെ ചൊവ്വ, 30 വയസ്സ് വരെ രാഹു, 46 വയസ്സ് വരെ എന്തായി വ്യാഴം. ചുമ്മാ പറഞ്ഞതാണ്, ഒരു ചുമ്മാ കണക്കൂട്ടി പറയുകയാണ്. അപ്പൊ രോഹിണി നക്ഷത്രക്കാരനായിട്ടുള്ള ഒരാൾ ഇത് കേൾക്കുകയാണ്. അയാൾക്ക് 48 വയസ്സുണ്ട് എന്ന് വിചാരിക്കുക, അല്ലെ 48-ന് മുകളിൽ പ്രായമുണ്ട്, 50, 52, 56 വയസ്സോ ആയിക്കോട്ടെ, 48 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തിനോട് നമ്മൾ പറയുക ധനപരമായിട്ടുള്ള പുരോഗതി, ഐശ്വര്യം, ഭാഗ്യം, ജീവിതത്തിൽ സന്തോഷം, മനഃശാന്തി. ഇദ്ദേഹത്തിന് ചിലപ്പോൾ കാലോ കയ്യോ വല്ലതും ഷുഗർ വന്നിട്ടും വിരല് വല്ലതും മുറിച്ചിട്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ കാലിന് എന്തെങ്കിലും അപകടം പറ്റിയിട്ട് വീട്ടിൽ കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ സസ്പെൻഷനായിട്ട് വീട്ടിലിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ പെരയുടെ മേളിൽ നിന്ന് വീണിട്ട് വല്ലതും ഇരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു കഷ്ടകാലം വന്നിട്ട് കയ്യിരിക്കുന്നതെല്ലാം പോയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കുന്ന ആൾ ഇത് കേൾക്കുമ്പം ഇയാൾ എന്തോടെ പറയുന്നേ എന്ന് കേൾക്കും. അതിൻ്റെ കാരണം ഇവിടെ പറയുവാണ്. നിങ്ങൾക്ക് 46 വയസ്സ് വരെ വ്യാഴം, 46 വയസ്സ് മുതൽ 19 വർഷം 65 വയസ്സ് വരെ എന്താണ് ശനിയാണ്. ശനി പോയിട്ട് നീചരാശിയിൽ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളതെങ്കിൽ ഇദ്ദേഹത്തിന് ഇപ്പം ശനി ആയതുകൊണ്ട് ഈ പറഞ്ഞ വിനകൾ വന്നാൽ പോരാ, കൂനിൻ്റെ പുറത്തൊരു കുരുവും കൂടെ ഉണ്ടെന്ന് പറയേണ്ട സമയമാണ്. ഇദ്ദേഹത്തിൻ്റെ ജാതകം നോക്കിയാലേ അത് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ ഈ പറയുന്ന ആരുടെ കാര്യമാണ് പറയുന്നത്? പൊതുവായിട്ടുള്ള 5 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ളവരുടെ പൊതുവായിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. നിങ്ങളുടെ സമയത്തിൻ്റെ കാര്യമേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ ജാതകപരമായിട്ടുള്ള കാര്യം അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജാതക പ്രകാരം ശനി ഉച്ചരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നമൊന്നും വരത്തില്ല, ഈ പറഞ്ഞ അനുഭവ ഗുണം കൂടെ വരും. പക്ഷെ ശനി ദോഷത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ശനിദശാകാലം നിങ്ങൾക്ക് വളരെയധികം ദോഷവും കൂടെ ഫലിക്കും. ഇത് മനസ്സിലാക്കാനാണ് എല്ലാ വീഡിയോയിലും ഞാൻ ശ്രമിക്കുന്നത്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും ഈ ജ്യോതിഷ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ 46 വയസ്സ് മുതൽ ഇങ്ങോട്ട് വരുന്ന ആൾക്ക്, അപ്പം 30 വയസ്സിനും 46 വയസ്സിനും മധ്യേ ഉള്ള ഒരാളാണ് ഈ കാണുന്നത് എന്ന് വിചാരിക്കുക. 30 വയസ്സ്, 32 വയസ്സോ 33 വയസ്സോ ഉള്ള ഒരാളാണ് ഈ വീഡിയോ കാണുന്നത്, രോഹിണി നക്ഷത്രക്കാരനാണെന്ന് വിചാരിക്കുക. ഇദ്ദേഹത്തിന് വ്യാഴദശയാണ്. വ്യാഴം ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യാധിപനാണ്. ആരുടെ? ഇവരുടെ ഈ രാശിക്കാരൻ്റെ ആരാണ്? 11ാം ഭാവ ലാഭാധിപനും അഷ്ടമാധിപനും ആയുഷിൻ്റെ അധിപനുമാണ്. എന്നിലും കാര്യമില്ല, ചിലപ്പം വ്യാഴം എന്താ ഇവിടെ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം ജനിച്ചിരിക്കുന്നതെങ്കിൽ വ്യാഴം ഗുണകരമായിട്ട് നിൽക്കുക. അദ്ദേഹത്തിന് ഉച്ചരാശിയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ 4ാം ഭാവത്തിൽ നിൽക്കുക, ഉച്ചരാശിയിൽ നിൽക്കുക, 5ാം ഭാവത്തിൽ നിൽക്കുക എന്ന സമയത്താണ് ഇയാൾ ജനിച്ചിരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന വ്യാഴം 2ാം ഭാവത്തിൽ വരുമ്പോൾ ധനപരമായിട്ടുള്ള ഗുണമുണ്ടാകും. പക്ഷെ ശനിദശക്കാരനായത് രോഹിണി നക്ഷത്രക്കാർ രണ്ടുപേരും ശനിദശ. ഇപ്പം നമുക്ക് ഉദാഹരണം ഞാൻ പറയാം. ഒരാൾ രോഹിണി നക്ഷത്രക്കാരനായ ഒരു പിതാവ്, അയാൾക്ക് ഒരു മകനുണ്ട്, 25 വയസ്സുണ്ട്, അയാളുടെ നാളും രോഹിണിയാണ്. 25 വയസ്സുള്ള രോഹിണിക്കാരൻ്റെ ദശാകാലമായിരിക്കത്തില്ല അച്ഛനായിട്ടുള്ള 50 വയസ്സുള്ള അച്ഛൻ്റെ. രണ്ടുപേരും നക്ഷത്രം പറയുമ്പോൾ എന്തുവാ? രോഹിണിയാണ്. ഇതാണ് ജ്യോതിഷം മനസ്സിലാക്കാൻ പറയുന്നത്. എന്ത്? നിങ്ങളുടെ ദശാപഹാര കാലം ഏതാണ് സഹോദര, അത് മനസ്സിലാക്കുക നിങ്ങൾ. അത് പ്രതികൂലമാണെങ്കിൽ നിങ്ങൾ ആ പ്രതികൂലത്തിൽ നിൽക്കുന്ന ആൾക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം ചെയ്താൽ മതി. ഇപ്പം ശനിയാണെങ്കിൽ പോയി നീരാഞ്ജന വിളക്ക് കത്തിച്ചിട്ട് ഹനുമാൻ സ്വാമിക്കുള്ള വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ എന്തായി? നിങ്ങളുടെ ആ ശനിദോഷം മാറി, നിമിഷ നേരം കൊണ്ട് മാറി. ഒരു നീരാഞ്ജന വിളക്ക് കത്തിച്ചിട്ട് നിങ്ങൾ പോയിട്ട് ഹനുമാൻ സ്വാമിക്ക് ഒരു വെറ്റിലമാലയും കുങ്കുമാർച്ചനയും വെണ്ണ നിവേദ്യമൊക്കെ പ്രതികൂല അവസ്ഥയാണെങ്കിൽ നിങ്ങളൊന്നും ആലോചിക്കേണ്ട, പോയെങ്കിൽ ചെയ്തേച്ചാൽ മതി. ഒരു നീലാഞ്ജന വിളക്ക് കത്തിക്കുക, ശാസ്താവിന് ഒരു കരിക്കൊണ്ട് അഭിഷേകം നടത്തി, ഒരു നെയ്വിളക്ക് കത്തിച്ച് ഹനുമാൻ സ്വാമി ഉള്ളിടത്ത് പോയി ഒരു പൂജ നടത്തി. ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ഗൾഫിലോ ഉഗാണ്ടയിലോ ആഫ്രിക്കയിലോ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഓം ആഞ്ജനേയായ വിദ്മഹേ വായുപുത്രായ ധീമഹി തന്നോ ഹനുമാൻ പ്രചോദയാതി എന്ന് പറഞ്ഞിട്ട് ഒരു ധ്യാനത്തിൽ ഇരുന്നിട്ട് നിങ്ങളൊരു 15 മിനിറ്റ് ധ്യാനിക്ക്. ഇനി ഒരു കാര്യം ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു തരാം. ഭഗവാൻ മഹാദേവൻ പറയുന്നുണ്ട്. എന്താണ് മഹാദേവൻ പറയുന്നത്? മഹാദേവൻ ഒരു രൂപം, നമ്മൾ കാണുന്ന ജഡ പാമ്പിൻ്റെയൊക്കെ തലയിൽ ഇതൊക്കെ ആയിട്ട് കൈലാസത്തിൽ പോയി ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ എന്നെ സുരേഷ് കാർത്തിക നക്ഷത്രത്തിലുള്ള ആൾ ഇന്നൊരു വഴിപാട് നടത്തിയിട്ടുണ്ട്, ഇനി അവൻ്റെ കാര്യങ്ങൾ ശരിയാവട്ടെ. തൊട്ടപ്പുറത്തുള്ള മറ്റേയാൾ വഴിപാടൊന്നും ചെയ്തില്ല, അവൻ നശിച്ചു പോകട്ടെ എന്നുള്ള രീതിയിലല്ല ഭഗവാൻ അതിനെ കാണുന്നത്. എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചഭൂതാത്മകമായിട്ട് ജലത്തെ കൊണ്ടും വായുവിനെ കൊണ്ടും അഗ്നിയെ കൊണ്ടും ആകാശത്തെ കൊണ്ടുമാണ് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനയെ അവർ സ്വീകരിക്കത്തുള്ളൂ. എങ്ങനെ പ്രാർത്ഥന സ്വീകരിക്കുന്നത്? ഭഗവാൻ ഒരു വ്യക്തിയല്ല. വ്യക്തിയാണെങ്കിലല്ലേ നിങ്ങൾക്കൊരു നല്ലത് വരട്ടെ എന്ന് പറയാനൊക്കത്തുള്ളൂ. ഭഗവാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് പഞ്ചഭൂതാത്മകമായിട്ടാണ് എന്ത് കിട്ടുന്നത്? ഫലം കിട്ടുന്നത്. അപ്പം ധ്യാനിക്കാൻ പറയുന്നതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലിയുഗം ആയ സമയത്ത് ഭഗവാന്മാർ 30 കോടി ദേവതകളും പഞ്ചഭൂതാത്മകമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ശരീരമില്ല, മണമില്ല, നിറമില്ല, അല്ലെങ്കിൽ ഒന്നുമില്ല. നമ്മളൊരു പാറക്കല്ലെടുത്താൽ, അതുകൊണ്ടല്ലേ അമ്പലങ്ങളിൽ ശിലാ വിഗ്രഹം വെച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താ? ശിലയിലാണ് പൂജിക്കുന്നത്. ശിലയിൽ ആരാണ്? ശില കോടാനുകോടി വർഷങ്ങൾ പഴക്കമുള്ള, ഭൂമിയോളം പഴക്കമുള്ളതാണ് ശില.
അപ്പോൾ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഭഗവാന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഫലം കിട്ടും. ഭഗവാൻ തന്നെ കലിയുഗത്തിന് മുമ്പ് നന്ദികേശനോട് പറയുന്നുണ്ട്, നീ ഭക്തൻ എപ്പോൾ ഭഗവാനെ ധ്യാനിക്കുന്നുവോ അപ്പോൾ തന്നെ ഭഗവാൻ നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുവാകുന്നതാണ്. അപ്പം നന്ദികേശനോട് പറഞ്ഞ വാക്കാണ് അത്, സകല മനുഷ്യരോടും പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ കുറച്ച് നേരം എന്ത് ചെയ്യണം? ആഞ്ജനേയായ വിദ്മഹേ വായുപുത്രായ ധീമഹി തന്നോ ഹനുമാൻ പ്രചോദയാത്. ഇത് ഒരാളോടല്ല പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും. ഇപ്പം നിങ്ങൾ മകം പൂര ഉത്രത്തിക്കാലുകാരനാണ് ഇത് കാണുന്നതെങ്കിൽ കക്ഷിക്ക് ഇപ്പോൾ ജനിക്കുന്നത് കേതുർദശയിലായിരിക്കും. പിന്നെ 20 വർഷം ശുക്രദശയായിരിക്കും. 23 വയസ്സ് വരെ എന്തായി? ശുക്രന. 29 വയസ്സ് വരെ ആദിത്യൻ, 39 വയസ്സ് വരെ ചന്ദ്രൻ, 46 വയസ്സ് വരെ ചൊവ്വ, 54 വയസ്സ് വരെ രാഹു. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം? എനിക്ക് രാഹുർ ദശാകാലത്താണ് കേൾക്കുന്ന നേരാ മകൻ നക്ഷത്രക്കാരനാണ്. അതിൽ ശുക്രദശാകാരനും വരും, രാഹുർ ദശാകാലക്കാരനും വരും, ചന്ദ്രദശാകാലനും വരും, അതുപോലെ തന്നെ ആദിത്യ ദശാകാലമുള്ള ആളും ഇത് കേൾക്കും. അപ്പം ഗുണമല്ലാത്തവരിത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നോ അല്ലെങ്കിൽ അവർക്ക് വിഷമം വരും നിങ്ങൾ പറയുന്നതിന്, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയാനും ഖണ്ഡിക്കാനും തോന്നുന്നതിൻ്റെ കാരണമായി പറഞ്ഞു തന്നത്. അപ്പം ഇടവക്കൂറുകാർക്ക് ധനസ്ഥാനത്ത് നിൽക്കുന്നു, 3-ാം സ്ഥാനത്ത് ആരുമില്ല, 4-ാം ഭാവം ഗൃഹം വാഹന സ്ഥാനത്ത് ചൊവ്വയും കേതു, 5-ാം ഭാവത്തിൽ ആരുമില്ല, 6-ാം ഭാവത്തിൽ 6, 7, 8, 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ചന്ദ്രൻ, നിങ്ങളുടെ കർമ്മസ്ഥാനം തൊഴിൽ സ്ഥാനത്ത് രാഹു, 11 ലാഭസ്ഥാനത്ത് ശനി, 12-ൽ ശുക്രൻ. അപ്പം പൊതുവേ നമ്മൾ പറയുവാണെങ്കിൽ ഈ ഫലങ്ങളെ കൊണ്ടെല്ലാം ഗുണമാണ്. ശുക്രൻ 12 നിൽക്കുന്നത് നല്ലതല്ല, രാഹു 10-ാം ഭാവത്തിൽ നിൽക്കുന്നത് നമുക്ക് നല്ലതല്ല, ശനി 11 ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് നമുക്ക് അത്ര നല്ലതല്ല. അപ്പോൾ നിങ്ങളുടെ 4-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് നല്ലതല്ല. ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ധനസ്ഥാനം. നമുക്ക് പണം ഉണ്ടെങ്കിൽ കുറേ ഗുണം ഉണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം ആ പണം പരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം മുട്ടില്ലാതെ മുന്നോട്ട് പോകുന്നു. ഇടവക്കൂറുകാർക്ക് സന്തോഷം, ജീവിത ഗുണം, ധനം, മനഃശാന്തി, ബിസിനസ് വിജയം, ആരോഗ്യം, ദാമ്പത്യ ഗുണം, വിദേശത്ത് പോകാനുള്ള വേണ്ടി ശ്രമിക്കുന്ന എല്ലാവർക്കും അത് അനുകൂലമായിട്ട് വരുമെന്നും, അപ്പോൾ പ്രതികൂലമായി നിൽക്കുന്ന ദോഷത്തിനുള്ള പ്രതിവിധി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കർമ്മരാശിയിൽ നിൽക്കുന്ന രാഹുവിന് പ്രീതിപ്പെടുത്താൻ നാഗപ്രീതി വരുത്തുക, 100 പാലും മഞ്ഞൾപ്പൊടി വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. ഗൃഹസ്ഥാനത്ത് നിൽക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. അപ്പം ഇടവക്കൂറുകാരുടെ ഫലം പറഞ്ഞു. അപ്പം നമ്മൾ മേടം പറഞ്ഞു, ഇടവം പറഞ്ഞു, കർക്കിടകം പറഞ്ഞു, വൃശ്ചികം പറഞ്ഞു, വൃശ്ചികം പറഞ്ഞില്ല, തുലാം പറഞ്ഞു, ധനുവും പറഞ്ഞില്ല, മകരം പറഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മൾ മിഥുനക്കൂറുകാരുടെ ഫലം നമ്മൾ പറയുന്നു. മിഥുനക്കൂറുകാർക്ക് ഒന്നും ആലോചിക്കേണ്ട സമയമില്ല. അവർക്ക് കണ്ടകശനി ഉണ്ട്. മിഥുനക്കൂറുകാർക്ക് 10-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. നിങ്ങളുടെ ജന്മത്തിൽ സൂര്യൻ, വ്യാഴം, ബുധൻ. ധനസ്ഥാനത്ത് ആരുമില്ല. സഹോദര കുടുംബസ്ഥാനത്ത് ആരുണ്ട്? കേതുവും ചൊവ്വയുണ്ട്. ഗൃഹം വാഹന സ്ഥാനത്ത് ആരുമില്ല. സന്താനസ്ഥാനത്ത് മനസ്ഥാനത്ത് ആരുമില്ല. ശത്രു രോഗസ്ഥാനം 6-ാം ഭാവത്തിൽ ആരുമില്ല. കളത്രപുത്ര മംഗല്യസ്ഥാനത്ത് ആരുമില്ല എന്ന് വിചാരിക്കേണ്ട, അവരുടെ ദൃഷ്ടി ഇങ്ങോട്ടുണ്ട്. ഇവിടെ ഗ്രഹങ്ങൾ വരെ ആരും ഇവിടെ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അഷ്ടമത്തിൽ ചന്ദ്രൻ, ഭാഗ്യസ്ഥാനത്ത് രാഹു, കർമ്മസ്ഥാനത്ത് ശനി 10-ാം ഭാവം, ലാഭസ്ഥാനത്ത് ശുക്രൻ, നഷ്ടസ്ഥാനമായിട്ടുള്ള ഇടവത്തിൽ ആരുമില്ല. അപ്പം നിങ്ങൾക്ക് ഫലസിദ്ധി പറയുമ്പോഴത്തേക്കിനും മിഥുനക്കൂറുകാർക്ക് ആരോഗ്യം ശ്രദ്ധിക്കണമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെ ശ്രദ്ധിക്കണം. ധനപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുമെന്നും, കലാ, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്യുജ്വലമായിട്ടുള്ള സമയമാണെന്നും, വിദ്യ കൊണ്ട് ഗുണമുണ്ടാകുമെന്നും, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഗുണമുണ്ടാകുമെന്നും, മംഗല്യം തരപ്പെട്ടു വരുമെന്നും, പ്രണയം നടക്കുമെന്നും, തൊഴിൽപരമായിട്ടുള്ള മെച്ചം ഉണ്ടാകുമെന്നും, വിവാഹപരമായിട്ടുള്ള കാര്യങ്ങൾ ധനപുരോഗതി, ഐശ്വര്യം ഉണ്ടാകുമെന്നും മിഥുനക്കൂറുകാർക്ക് ഫലം പറയുന്നുണ്ട്. കർമ്മസ്ഥാനത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് ഹനുമാൻ സ്വാമി വഴിപാടുകൾ, നീലാഞ്ജന വിളക്കുകളുള്ള വഴിപാടുകൾ ചെയ്യുക. കുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുക. അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ നാഗദൈവങ്ങൾക്ക് വഴിപാട് ചെയ്യുക. ഇത് എഴുതി വെക്കണം, നിങ്ങൾ എഴുതി വെക്കണം, ഈ പറയുന്നവർ എഴുതി വെക്കണം. മിഥുനക്കൂറുകാർക്ക് അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ, ചിലപ്പോൾ അച്ഛൻ്റെ കുടുംബക്ഷേത്രം നാട്ടിലായിരിക്കും, ഇദ്ദേഹം നിൽക്കുന്നത് ഓസ്ട്രേലിയയിലായിരിക്കും. അപ്പോൾ പെങ്ങൾ എൻ്റെ അടുത്ത് താമസം ഉണ്ടാകും. പെങ്ങളെ ഫോൺ വിളിച്ചിട്ട് പറയണം, ഒരു 150 രൂപ അയച്ചു കൊടുത്തിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി എല്ലാം മേടിച്ചിട്ട് അവിടെ പോയിട്ട് എൻ്റെ പേര് നക്ഷത്രം എന്ന് പറഞ്ഞ് വിളക്ക് എത്തിച്ചാൽ, അവിടെ ഒരു പൂജാരി ഉണ്ടെങ്കിൽ അയാൾക്കൊരു ദക്ഷിണ കൊടുത്തിട്ട് എൻ്റെ പേര് പറഞ്ഞ് ഒരു നാഗസ്തുതി ചെയ്യാൻ പറയണം. ഓം നമക്കാമൊരുവിടെ മഹാബലായ നാഗാധിപതേ നമഃ, ഓം അഖിലക്ഷ്യ നമഃ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പൂജാരി ഒരു പൂജയൊക്കെ ചെയ്യും. വിനോദ് ആയില്യം നക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം സകുടുംബാന എന്നൊക്കെ പറഞ്ഞൊരു പൂജയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങളുടെ അച്ഛൻ്റെ കുടുംബത്തിൽ ചെയ്യണം. അമ്മയുടെ കുടുംബത്ത് ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യണം. ഹനുമാൻ സ്വാമി എവിടെയുണ്ടോ അവിടെ വഴിപാട് ചെയ്യും. എവിടെയുണ്ടോ എന്നല്ല, ഹനുമാൻ സ്വാമി ലോകത്തെല്ലായിടവും വായു ഉള്ളിടത്തെല്ലാം ഹനുമാൻ സ്വാമി ഉണ്ട്. അതുകൊണ്ട് ഹനുമാൻ സ്വാമി ക്ഷേത്രം ഉള്ളിടത്ത് വഴിപാട് ചെയ്യുക. ഇല്ലെങ്കിൽ ആഞ്ജനേയായ നമഃ, ഓം ആഞ്ജനേയായ നമഃ എന്ന് ജപിച്ച് പ്രാർത്ഥിക്കുക. അപ്പം കർക്കിടകത്തിൻ്റെ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് ചിങ്ങക്കൂറുകാരുടെ ഫലം പറയുന്നു. ചന്ദ്രൻ ഇവിടെ വരുന്ന ആളുകൾ, നിങ്ങൾക്ക് ജന്മത്തിൽ ചൊവ്വയും കേതുവും നിൽപ്പുണ്ട്. ചൊവ്വ നല്ലതും കേതു ദോഷഗ്രഹവുമാണ്. ജന്മത്തിൽ കേതു നിൽക്കുന്നത് അപവാദം, അതുപോലെ തന്നെ കേസ് വഴക്കുകളിൽ ചെന്ന് പെടുക, വഴക്കുണ്ടാവുക,
അനാവശ്യമായിട്ടുള്ള ദേഷ്യം വരിക, മേലധികാരികളിൽ നിന്നും നമ്മൾ അപ്രിയരായി മാറുക എന്നൊക്കെയുള്ള അവസ്ഥയുണ്ട്. ഇന്നലെ എന്നെ ചിങ്ങക്കൂറിൽ ഒരാൾ വിളിച്ചു, റെയിൽവേയിലൊക്കെയുള്ള ആളിൻ്റെ പേര് പറയുന്നില്ല, ഇത്രേ പറയുന്നുള്ളൂ. കക്ഷിക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് നേരിടുന്നത്. അവിടെ ചിലപ്പോൾ ഇപ്പോൾ ഉടൻ തന്നെ എന്നെ അവിടെ നിന്ന് സ്ഥലം മാറ്റാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ നല്ല ഭാര്യയും മക്കളൊക്കെ ആയിട്ടുള്ള സ്ഥലത്ത് അനുകൂലമായിട്ട് ചെയ്യുക, എനിക്ക് ഇവിടെ ഒരു 5-6 വർഷം ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഉടനെ ഒന്നും എനിക്ക് സ്ഥലം മാറ്റണ്ട. പക്ഷേ എന്നെ അവിടെയുള്ള കുറേ ആളുകൾ ചേർന്നിട്ട് എന്നെ അവിടുന്ന് എങ്ങനെയും അവിടുന്ന് മാറ്റിക്കാൻ ശ്രമിക്കുന്നു. തിരുമേനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കേതു ജന്മത്തിൽ നിൽക്കുന്നുണ്ട്, രാഹുവിൻ്റെ സ്ഥിതിയുണ്ട്, നിങ്ങൾക്കിപ്പോൾ ഒരു അനുകൂല സ്ഥാനമായിട്ട് ചൊവ്വ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഓജരാശിയിൽ നിൽക്കുന്ന സുബ്രഹ്മണ്യന് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടോ അത്രയും വയസ്സിൻ്റെ ഒരു മാലയും ചാർത്തി ഒരു ഗണപതി ഹോമം ചെയ്തിട്ട് ഭാര്യയുടെ കുടുംബക്ഷേത്രത്തിൽ പോയി നാഗപ്രീതിയും വരുത്താൻ ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. ഇന്നലെ എന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നു, തിരുമേനി പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ചെറിയ മാറ്റം കാണുന്നുണ്ട്, പെട്ടെന്നൊരു മാറ്റം വരാൻ സാധ്യതയില്ല. ഇന്നലെ ഞാനും വേറൊരാളോടെ പോയി ഒരു ഓഫീസറെ കണ്ടു. അപ്പം കക്ഷിക്കൊരു ഗുണമായി എന്ന് പറഞ്ഞിട്ട് 2 ദിവസമായി. അപ്പം ഈ കാര്യങ്ങളെ കൊണ്ട് ഓരോരുത്തർക്കും അങ്ങനെ തന്നെ ചെയ്യണമെന്നല്ല പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കാര്യം കൂടെ പറയാം. ഒരാൾ നമ്മുടെ ഭാഗ്യാധിപനും ധനാധിപനും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. അതിനകത്തൊരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നു, ഇയാൾ പറഞ്ഞതുപോലെ ഭാഗ്യാധിപനും ധനാധിപനും പോയിട്ട് ഞാൻ വഴിപാടുകൾ ചെയ്തു, യാതൊരു ഗുണവും എനിക്കുണ്ടായില്ല. ഞാൻ പറഞ്ഞതുപോലെ അയാൾ വഴിപാട് ചെയ്തിട്ട് ഇയാൾക്കൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് അയാൾ കമൻ്റ് ഇട്ടിരിക്കുന്നു. ഇപ്പോഴും ആ കമൻ്റ് അവിടെ തന്നെ കിടപ്പുണ്ട്, നിങ്ങൾ പോയി കണ്ടാൽ കാണാൻ പറ്റും. ഭാഗ്യാധിപനും ധനാധിപനും എന്ന് പറഞ്ഞ വീഡിയോ. എന്നിട്ട് ഇയാൾ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇയാൾ പറഞ്ഞ വഴിപാടുകളെല്ലാം ഇയാൾ പറഞ്ഞ മൂർത്തികൾക്ക് ഞാൻ പോയി ചെയ്തു, നല്ലതുപോലെ എല്ലാം ചെയ്തു, വീട്ടിൽ വന്നു, യാതൊരു ഗുണവും ഉണ്ടായില്ല, ഒരു പ്രയോജനം ഉണ്ടായില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്നറിയാവോ? ഞാൻ എൻ്റെ ബിസിനസ്സിനെ കുറിച്ചൊരു നോട്ടീസ് ഉണ്ടാക്കി, ഇന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്, ദേഹം പൊടിപ്പ് മില്ലോ അങ്ങനെ എന്തോ സംഭവം നടത്തുന്നത്. ഇതിൻ്റെ മില്ല് അവിടെ ഇവിടെയും കൊണ്ടുപോയി പോസ്റ്ററിലെല്ലാം ഒട്ടിച്ചു. പല സ്ഥലങ്ങളിലും സൈക്കിളിൽ നടന്നിട്ട് മൈദാമാവും പശയും വെച്ചിട്ട് എല്ലാവരും ഒട്ടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ എൻക്വയറി വരാനും തുടങ്ങി, ഇഷ്ടംപോലെ ആളുകൾ അവിടെ വരാൻ തുടങ്ങി. ഇപ്പോൾ ബിസിനസ് വിജയിച്ചു, ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു. പക്ഷെ ഇയാൾ പറഞ്ഞ വഴിപാട് ഞാൻ ചെയ്തിട്ട് എനിക്കൊരു ഗുണം ഉണ്ടായില്ല. പക്ഷെ ഞാൻ ഇതുപോലെ ചെയ്തപ്പോൾ എന്തുണ്ടായി? എനിക്ക് ഗുണമുണ്ടായി. അപ്പോൾ തൊട്ട് താഴെ ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു കമൻറ്റ് ഇട്ടിരിക്കുന്നത്, എടോ പൊട്ട, അയാൾ അത് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇയാളുടെ കർമ്മ പുരോഗതിയും കർമ്മമേഖലയും ഉണ്ടാവും, ഇയാളത് ചെയ്ത് കഴിയുമ്പോൾ ഇയാൾക്ക് അതിൻ്റെ ബുദ്ധി വരും. അല്ലാതെ ഹനുമാൻ സ്വാമി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇന്നാളിയാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പൈസ എടുത്ത് കയ്യിലോട്ട് തരുമെന്നല്ല പറഞ്ഞിരിക്കുക. അങ്ങനെ തന്നെ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാനത് കേട്ടിട്ടിരുന്ന് ചിരിക്കുക. അപ്പം നമ്മുടെ ബുദ്ധി, ബോധം, ജ്ഞാനം എന്ത് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ കക്ഷിക്ക് വന്നിട്ട് കക്ഷി അതുപോലെ പ്രവർത്തിച്ചു. കക്ഷി വഴിപാട് ചെയ്തു, കക്ഷിക്ക് ഇതിൻ്റെ തോന്നലുണ്ടായി. വഴിപാട് ചെയ്തു, വീട്ടിൽ വന്നിരുന്നു, ഗുണം ഉണ്ടായില്ല. പക്ഷേ വഴിപാട് ചെയ്തിട്ട് ഇയാൾ പ്രവർത്തിച്ചപ്പോൾ എന്തുണ്ടായി? ഗുണമുണ്ടായി. അപ്പം അത്രയും കാര്യം കൂടെ ഞാൻ പറയുന്നു. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ജ്യോതിഷ ഫലം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആരുടെ ആയിരുന്നു? അപ്പം കർക്കിടകൂറുകാർ പറഞ്ഞു കേതു, ചിങ്ങക്കൂറുകാരുടെ ഫലം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് കേതു ജന്മത്തിലും ചൊവ്വ ഇവിടെ നിൽക്കുന്നു. അപ്പം നിങ്ങൾക്ക് കേതുവിൻ്റെ ദോഷം വിട്ടൊഴിഞ്ഞ് മാറുന്നതിന് വേണ്ടി ഗണപതി ഹോമം ചെയ്യുക. ചൊവ്വ ജന്മത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ നാരങ്ങ മാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭാര്യ കുടുംബക്ഷേത്രത്തിൽ രാഹുവിന് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. അടുത്തതായിട്ട് കന്നിക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നേരത്തെ ചിങ്ങക്കാരുടെ പറഞ്ഞു തോന്നുന്നു, എങ്കിലും നമ്മൾ ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ കന്നിക്കൂറുകാർക്ക് ഇപ്പം നിലവിൽ ഒരു അനുകൂല സമയമാണ് പറയുന്നത്. കന്നിക്കൂറുകാരുടെ ദോഷഫലങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം ഉണ്ടാകുമെന്നും, തൊഴിൽ പുരോഗതി ഉണ്ടാകുമെന്നും, ബിസിനസ്സിൽ വിജയം ഉണ്ടാകുമെന്നും, സർവ്വഭാഗ്യം ഉണ്ടാകും, വിവാഹമംഗളാദി കാര്യങ്ങൾ നടക്കും, മനഃശാന്തി ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും. ഇത്രയും കാര്യമാണ് നിങ്ങൾക്ക് പറയുന്നത്. ഇതിൻ്റെ കാരണം നിങ്ങൾക്ക് ശനിയുണ്ട്, കണ്ടകശനി ഉണ്ട്. നിങ്ങളുടെ ശനി ആരാണ്? നിങ്ങളുടെ 6ാം ഭാവാധിപൻ, രോഗാധിപനും ശത്രുവാധിപനുമായിട്ടുള്ള ഗ്രഹമാണ് ശനി. നിങ്ങളുടെ മനസ്സിൻ്റെ സ്ഥാനാധിപനും സന്താനാധിപനുമാണ് ആര്? മനസ്സും സന്താനത്തിൻ്റെ അധിപനാണ് ശനി. അത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇപ്പോൾ ജന്മം ഇവിടെയാണ് നിങ്ങളുടെ ചന്ദ്രൻ വരുന്നത്. നിങ്ങളുടെ 1ാം ഭാവത്തിൽ ആരുമില്ല, 2ൽ ആരുമില്ല, ധനസ്ഥാനത്ത് ആരുമില്ല, സഹോദര കുടുംബസ്ഥാനത്ത് ആരുമില്ല, ഗൃഹം വാഹനസ്ഥാനത്ത് ആരുമില്ല. മനസ്ഥാനത്ത് ചന്ദ്രൻ നിൽക്കുന്നു, നല്ലതാണ്. 6ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് നല്ലതാണ്. 7ൽ ശനി നിൽക്കുന്നു, അത് ദോഷമാണ്. അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുന്നു, അത് മോശമാണ്. ഇടവത്തിൽ ആരുമില്ല, ഭാഗ്യസ്ഥാനത്ത് ആരുമില്ല. നിങ്ങളുടെ കർമ്മസ്ഥാനം, തൊഴിൽ സ്ഥാനം, പ്രവൃത്തി സ്ഥാനം, അവിടെ സൂര്യൻ നിൽക്കുന്നു, വ്യാഴം നിൽക്കുന്നു, ബുധൻ നിൽക്കുന്നു. ശക്തമായിട്ടുള്ള സാമ്രാജ്യ അഖണ്ഡ രാജയോഗ സമയമായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പം നിൽക്കുന്നത്. ആ ഒരു ബലം കാരണം മറ്റുള്ളവരുടെ എല്ലാം നിഷ്പ്രഭമാവും. അതെന്താ കാരണം? ഒരു ഉദാഹരണം പെട്ടെന്ന് പറയാം. സൂര്യൻ ഉദിച്ച് നിൽക്കുമ്പം ടോർച്ച് അടിച്ചാൽ എങ്ങനെ ഇരിക്കും? ഒരു ഫലവുമില്ല. എന്ന് പറഞ്ഞ കണക്ക് മറ്റ് ഗ്രഹങ്ങൾ ദോഷത്തിൽ നിന്നാലും അതിശക്തമായിട്ടുള്ള ഫലം കർമ്മരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഗുണഫലങ്ങളാണ് പ്രധാനമായിട്ട് കാണിക്കുന്നത്. ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരേരയും.
ഇതിൽ വരുന്ന ഒരാളുടെ കാര്യം ഞാൻ പെട്ടെന്ന് പറയാം. ഉത്തരത്തിൽ മുക്കാലും ഉത്തരം നക്ഷത്രക്കാരൻ ജനിക്കുന്നത് ആദിത്യ ദശയിലായിരിക്കും ജനിക്കുന്നത്. ഇദ്ദേഹത്തിന് 3 വയസ്സ് വരെ ആദിത്യൻ, 13 വയസ്സ് വരെ ചന്ദ്രൻ, 20 വയസ്സ് വരെ ചൊവ്വ, 38 വയസ്സ് വരെ രാഹു. അപ്പം 20 വയസ്സിനും 38 വയസ്സിനും മധ്യമുള്ള ഒരാളാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇയാളുടെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഗുണമായിട്ട് പറയുന്നെങ്കിലും ഇയാൾക്ക് രാഹുവിൻ്റെ ദശാകാലവും കൂടെ ആയിരിക്കണം. 38 വയസ്സിനകത്തുള്ള ഒരാൾ, 20 വയസ്സിനും 38 വയസ്സിനും ഇടയ്ക്കുള്ള ആൾ. അതുപോലെ 38 കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് വ്യാഴവും കൂടാ. അപ്പം 54 വയസ്സ് വരെ വ്യാഴവും കൂടാ. അപ്പം വ്യാഴദശാകാലമായിട്ട് നോക്കുമ്പം വ്യാഴം അനുകൂലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലുള്ള ഗുണങ്ങൾ ഡബിളായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. രാഹു ആണെങ്കിൽ ഇച്ചിരി ദോഷം വരികയും ചെയ്യും. വ്യാഴം നീചത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത് പ്രതികൂലമായിട്ട് വരികയും ചെയ്യും. അപ്പം കന്നിക്കൂറുകാർക്ക് കർമ്മ പുരോഗതി ഉണ്ടാകുമെന്നും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ വിശദമായിട്ട് എല്ലാവരുടെയും കൂടി പറയാം. അപ്പം തുലാത്തിൻ്റെ നേരത്തെ പറഞ്ഞു. അടുത്തായിട്ട് വൃശ്ചികക്കൂറുകാർക്ക് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം വെച്ചാൽ നിങ്ങളുടെ ജന്മം, ഇവിടെ ചന്ദ്രൻ വരുന്നവർക്ക് 1-ാം ഭാവം, ഇവിടെ ധനസ്ഥാനത്ത് ആരുമില്ല, കുടുംബം ഗൃഹസ്ഥാനത്ത് ഇപ്പം ചന്ദ്രനാണ് നിൽക്കുന്നത്, അത് മാറും. നിങ്ങളുടെ ഗൃഹം വാഹനസ്ഥാനത്ത് രാഹുവാണ് നിൽക്കുന്നത്. ഗൃഹം വാഹനസ്ഥാനത്ത് രാഹു വരുന്നത് വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീടും വിറ്റിട്ട് പണം വാങ്ങിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, കുടുംബ വീടിൽ പുരോഗമനം ചെയ്യണം അല്ലെങ്കിൽ മാറ്റം വരുത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം അനുകൂലമായ സമയമാണ്. രാഹു 4-ാം ഭാവത്തിൽ വരുന്നത് ഐശ്വര്യമാണ്. അപ്പം നിങ്ങൾക്ക് വൃശ്ചികക്കൂറുകാർക്ക് അഷ്ടമത്തിലാണ് സൂര്യനും വ്യാഴവും ബുധനും നിൽക്കുന്നത്. അതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത കാര്യം പറഞ്ഞു തരാം. നിങ്ങൾക്ക് അഷ്ടമത്തിൽ വ്യാഴം പോകുന്നത് നേരത്തെ എഴുതിയിട്ടുള്ളത് നല്ലതല്ല. സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് നല്ലതല്ല, ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് നല്ലതല്ല, ശുക്രൻ നിങ്ങൾക്ക് 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല. എങ്കിലും ശുക്രൻ ഈ വരുന്ന 29-ാം തീയതി ഇങ്ങോട്ട് വരുന്നതോടുകൂടി നിങ്ങൾക്ക് വലിയ ഗുണങ്ങൾ വരുന്നുണ്ട്. കർക്കിടകത്തിലോട്ട് ഇനി വരാൻ പോകുന്ന 22-ാം തീയതി, വരുന്ന 22-ാം തീയതി ബുധൻ്റെ രംഗപ്രവേശം വരുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം 7, 8, 9 ഭാഗ്യസ്ഥാനത്തോട്ട് ബുധൻ മാറുന്നുണ്ട്. മംഗല്യ ഭാഗ്യസ്ഥാനത്തേക്ക് ആര് മാറുന്നുണ്ട്? ശുക്രൻ മാറുന്നുണ്ട്. സൂര്യൻ അഷ്ടമത്തിൽ, വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നുണ്ട് ഒരു വർഷത്തേക്ക്, അത് ദോഷമാണ്. കർമ്മസ്ഥാനത്ത് കേതു നിൽക്കുന്നതും നമുക്ക് നല്ലതല്ല. ആർക്കാ? വൃശ്ചികക്കൂറുകാർക്ക്. കർമ്മം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ സ്ഥാനത്താണ് നിൽക്കുന്നത്. വ്യാഴത്തിൻ്റെ അനുകൂലമില്ല. മറ്റ് ഗ്രഹങ്ങളൊക്കെ ഒരുവിധം മറിഞ്ഞു നിൽക്കുകയാണെങ്കിലും വൃശ്ചികക്കൂറുകാർക്ക് ധനനേട്ടം, ചൊവ്വയുടെ ബലം കൊണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കും. വിവാഹ കാര്യങ്ങളിൽ ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാകും. കാരണം ശുക്രന്റെ മാറ്റം കൊണ്ടാണ് പറയുന്നത്. സന്തോഷം ഉണ്ടാവുമെന്നും ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കണമെന്നാണ് ഇപ്പോഴുള്ള ഫലസിദ്ധി പറയുന്നത്. നിങ്ങളുടെ ദോഷപരിഹാരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് വെച്ച് നാഗപ്രീതി വരുത്തുക. കുടുംബക്ഷേത്രത്തിൽ പോയിട്ട്, അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് നാഗദൈവങ്ങൾക്ക് വഴിപാട് ചെയ്യുക, ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ധനുക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. ധനുക്കൂറുകാർക്ക് ജാതകപ്രകാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ദാമ്പത്യ ഗുണം, വിവാഹം ഉണ്ടാവുക, ഉദ്യോഗ മേൽക്കയറ്റം ഉണ്ടാവുക, ധനവരം ഉണ്ടാവുക, അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടകശനിയുള്ള സമയമാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ദോഷപരിഹാരമായിട്ട് നിങ്ങൾ നീരാഞ്ജന വിളക്ക് കത്തിക്കുക, അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുക, അവിടെ ഭദ്രകാളി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി പോലുള്ള വഴിപാടുകൾ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മീനക്കൂറുകാർക്ക്. കുംഭത്തിൻകൂറിൻ്റെ ഫലം പറഞ്ഞിട്ടില്ലെങ്കിൽ കുംഭക്കൂറുകാരുടെയും കൂടെ പറയാം. കുംഭക്കൂറുകാർക്ക് സാമ്പത്തിക ഗുണം, പുതിയ തൊഴിൽ, ആരോഗ്യം മെച്ചപ്പെടുക എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം നിങ്ങൾക്ക് 5-ാം ഭാവത്തിൽ നിന്ന് വ്യാഴം ഇങ്ങോട്ട് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് കുടുംബം സഹോദര സ്ഥാനത്ത് ശുക്രന്റെ സ്ഥിതിയുണ്ട്. ധനസ്ഥാനത്ത് ചന്ദ്രലഗ്നാധിപൻ 2-ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് ഗുണമായിട്ട് നിൽപ്പുണ്ട്. ചൊവ്വ 7-ാം ഭാവത്തിൽ നിൽക്കുന്നതും കർമ്മ പുരോഗതിക്ക് നല്ലതാണ്. നിങ്ങൾക്ക് പക്ഷേ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദൃഷ്ടിദോഷങ്ങളുണ്ട്. നാഗപ്രീതി വരുത്തുക. ഭാര്യയുടെ കുടുംബക്ഷേത്രത്തിൽ ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാര്യയുടെ കുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. രാഹു നിപ്പുണ്ടതുകൊണ്ട് നാഗപ്രീതി വരുത്തുക. വ്യാഴത്തിൻ്റെ ആനുകൂല്യമുള്ള സമയമാണ് എങ്കിലും വിഷ്ണു പൂജ ചെയ്യുക. ശനിക്ക് നീലാഞ്ജന വിളക്ക് കത്തിക്കുക. അടുത്തായിട്ട് മീനക്കൂറുകാർക്ക് ജന്മത്തിൽ ശനി, 1-ൽ ശനി, 4-ാം ഭാവം, 2-ാം ഭാവം, ഇനി അടുത്തിങ്ങനെ പറയാം. ജന്മത്തിൽ ശനി, ധനസ്ഥാനത്ത് ശുക്രൻ, 3-ാം ഭാവത്തിൽ ആരുമില്ല. ഗൃഹം വാഹന സ്ഥാനത്ത് സൂര്യൻ, വ്യാഴം, ബുധനുണ്ട്. 5-ാം ഭാവത്തിൽ ആരുമില്ല. മനസ്സന്താന സ്ഥാനത്ത് ആരുമില്ല. ശത്രു രോഗസ്ഥാനത്ത് കേതുവും ചൊവ്വയുണ്ട്. നിങ്ങൾക്കിപ്പം ആശുപത്രികളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി പോകേണ്ട സമയമാണ്. അപ്പം അത് ഒരു ദോഷം കാണണം. ശത്രുക്കൾ ഉപദ്രവിക്കും. പിന്നിൽ നിന്ന് കുത്തുന്ന ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുകൂലം പറയുന്നത് ആര്? സൂര്യൻ, വ്യാഴം, ബുധൻ. അതുകൊണ്ട് മീനക്കൂറുകാർക്ക് ഏതൊരു കാര്യവും ശ്രദ്ധയോടുകൂടി ആലോചിച്ച് കണ്ട് പ്രവർത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊരു ബിസിനസ്സൊക്കെ ചെയ്യുക, എടുത്തുചാട്ടം ഇച്ചിരി കൂടിയ നക്ഷത്രക്കാരാണ്. ഉരുട്ടാതികാൽ, ഉത്തരട്ടാതി, രേവതി. ഏതൊരു കാര്യവും പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യണം. വെപ്രാളം കൂടുതലാണ്. അപ്പോൾ വെപ്രാളം ഇച്ചിരി കുറയ്ക്കാനാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അനുകൂല സമയമാണ്, ശത്രുദോഷമുള്ള സമയമാണ്. അതുകൊണ്ട് ശത്രുദോഷങ്ങൾ വിട്ടൊഴിഞ്ഞ് മാറാൻ
ശിവക്ഷേത്രത്തിൽ ശത്രുസംഹാര മന്ത്ര പുഷ്പാഞ്ജലി ചെയ്യുക, ഗണപതി ഹോമം ചെയ്യുക, അങ്ങനെയുള്ള വഴിപാട് ചെയ്യുക. കുടുംബക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയിട്ട് യോഗീശ്വര സ്വാമിക്ക് പാലും പഴവും വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി ഓടിച്ചിട്ട് എല്ലാവരുടെയും ഫലസിദ്ധി ഒറ്റയടിക്ക് വായിക്കുന്നു. മേടക്കൂറുകാർക്ക് ധനപുരോഗതി ഉണ്ടാകുമെന്നും ഗുണകരമായിട്ടുള്ള മാറ്റം, മേടക്കൂറുകാരായിട്ടുള്ള അശ്വതി ഭരണി കാർത്തികകാല് ഗുണകരമായിട്ടുള്ള മാറ്റം, എല്ലാ കാര്യത്തിലും ശ്രദ്ധ പുലർത്തണമെന്നും ജോലിക്കാര്യത്തിൽ മേന്മയുണ്ടാകുമെന്നും വിദേശയാത്രാ ഗുണം, ധനയോഗം, വിവാഹയോഗം, ആരോഗ്യം മെച്ചപ്പെടുമെന്നും കാണുന്നുണ്ട്. ഇളവ കൂറുകാർക്ക് സന്തോഷം, ജീവിത വിജയം, ധനപുരോഗതി, മനഃശാന്തി, ബിസിനസ് വിജയം, ആരോഗ്യം മെച്ചപ്പെടുമെന്നും ദാമ്പത്യ ഗുണം ഉണ്ടാകുമെന്നും വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വരുമെന്നും പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാപുരോഗതി ഉണ്ടാകുമെന്നും ഒക്കെ കാണുന്നുണ്ട്. മിഥുനക്കൂറുകാർക്ക് ആരോഗ്യം മെച്ചപ്പെടുക, ധനപുരോഗതി ഉണ്ടാവുക, കലാരാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണം ഉണ്ടാവുക, വിദ്യാർത്ഥികൾക്ക് ഗുണം ഉണ്ടാവുക, പ്രണയിനികൾക്ക് പ്രണയ ഗുണം ഉണ്ടാവുമെന്നും തൊഴിൽ വിവാഹ കാര്യങ്ങളിലെല്ലാം തീരുമാനം ഉണ്ടാവുമെന്നും ധനപുരോഗതി ഉണ്ടാവുമെന്നും കാണുന്നുണ്ട്. കർക്കിടകക്കൂറുകാർക്ക് വിദേശ ഗുണം, വിവാഹം, തൊഴിൽ, ദീർഘദൂര യാത്രകൾ കൊണ്ട് ഗുണം ഉണ്ടാവുമെന്നും ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. ആത്മവിശ്വാസം വർദ്ധിക്കുമെന്നും ചിങ്ങക്കൂറുകാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുമെന്നും ആരോഗ്യം, ധനപുരോഗതിയൊക്കെ ഉണ്ടാകും. കീർത്തി, ബഹുമാനം, തൊഴിൽ പുരോഗതി, ഐശ്വര്യം എല്ലാം വന്നു ചേരുമെന്ന് കാണുന്നുണ്ട്. കന്നിക്കൂറുകാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം, തൊഴിൽ പുരോഗതി, ബിസിനസ് വിജയം, ഭാഗ്യം, വിവാഹം, മനഃശാന്തി, ഐശ്വര്യം വന്നു ചേരും. തുലാക്കൂറുകാർക്ക് പഠനഗുണം, തൊഴിൽ ഭാഗ്യം, പിതൃഗുണം, പ്രണയം, വിവാഹം, ദാമ്പത്യ ഗുണം, സന്താനങ്ങൾക്ക് പഠനഗുണം, അതുപോലെ തന്നെ ആരോഗ്യ സൗഖ്യങ്ങളൊക്കെ ആരോഗ്യം ശ്രദ്ധിക്കണം. വാഹനങ്ങളെ കൊണ്ടുള്ള അപകട സാധ്യതകൾ വർദ്ധിക്കുന്ന സമയമാണെന്ന് കാണുന്നുണ്ട്. വൃശ്ചികക്കൂറുകാർക്ക് ധനനേട്ടം, ആത്മവിശ്വാസം വർദ്ധിക്കുക, വിവാഹം പെട്ടെന്ന് തരപ്പെട്ട് വരിക, ജീവിതത്തിൽ സന്തോഷം പെട്ടെന്നുണ്ടാവുക, ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈശ്വരാധീനം കുറഞ്ഞു നിൽക്കുന്നുണ്ട്. ഏതൊരു കാര്യവും ശ്രദ്ധയോടുകൂടി ആലോചിച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. ധനുക്കൂറുകാർക്ക് ദാമ്പത്യ ഗുണം, വിവാഹയോഗം, ഉദ്യോഗത്തിൽ മേൽക്കയറ്റം, ധനവരവ്, ഐശ്വര്യം എന്നിവ പറയുന്നുണ്ട്. മകരക്കൂറുകാർക്ക് ദോഷഫലമായിട്ട് വിദേശത്ത് പോകുന്നവർക്ക് ഗുണഫലം ഉണ്ടാകുമെന്നും ആരോഗ്യം ശ്രദ്ധിക്കണമെന്നും അതുപോലെ തന്നെ അപവാദങ്ങളിൽ ചെന്ന് പെടാതെയും കേസ് വഴക്കുകളിൽ ചെന്ന് പെടാതെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളായിട്ട് നടിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കണമെന്നുമാണ് പറയുന്നത്. കുംഭക്കൂറുകാർക്ക് സാമ്പത്തിക ഗുണം, പുതിയ തൊഴിൽ സംരംഭം ഉണ്ടാവുക, ആരോഗ്യ പുരോഗതി, ബിസിനസ് വിജയം, പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാപുരോഗതി, നേട്ടമെല്ലാം പറയുന്നുണ്ട്. മീനക്കൂറുകാർ ഏതൊരു കാര്യവും ശ്രദ്ധയോടുകൂടി ആലോചിച്ച് കണ്ട് പ്രവർത്തിക്കണം. മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്ന സമയമാണ് എന്നൊക്കെയാണ് ജ്യോതിശാസ്ത്രത്തിൽ മിഥുന മാസത്തിലെ ഫലം പറയുന്നത്. ഇത് സ്പീഡിൽ അങ്ങ് പറയുന്നതിൻ്റെ കാരണം വീഡിയോയ്ക്ക് ലെങ്ത് കൂടുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യുക. നന്ദി, നമസ്കാരം.